അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട KGM അംഗങ്ങളെ, നമ്മുടെ സംസ്ഥാന സമിതിയുടെ തീരുമാനപ്രകാരം ഒരു പുതിയ പ്രോഗ്രാം തുടങ്ങിയിരിക്കുകയാണ്. ഫോണിംഗ് പ്രോഗ്രാം. അത് നമ്മൾ സൂമിലാണ് നടത്തുന്നത്. അതായത് മുഖത്തോട് മുഖം നോക്കി, അതായത് TV-ലൊക്കെ കാണുന്നുണ്ടല്ലോ ഫോണിംഗ് പ്രോഗ്രാം, പക്ഷെ അത് നമ്മൾ കാണുന്നില്ല. പക്ഷേ നമ്മൾ നേരെ കണ്ടുകൊണ്ട് സംസാരിക്കാനുള്ള അവസരമാണ് സൂമിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചത്. അതിൻ്റെ ഒരു 3ാമത്തെ സെഷനാണിത്. ആദ്യത്തെ 2 സെഷൻ ഡോക്ടർ സുനിൽകുമാർ കോഴിക്കോടാണ് ആദ്യത്തെ എക്സ്പെർട്ടായിട്ട് വന്നത്. രണ്ടാമത് വന്നത് ഡോക്ടർ ശിവകുമാർ ഫ്രം ട്രിവാൻഡ്രം. മൂന്നാമതായിട്ട് ഇന്ന് വന്നിരിക്കുന്നത് ഡോക്ടർ സച്ചിൻ ഫ്രം കണ്ണൂരാണ്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ പറയാം. അതിന് മുമ്പ് ആദ്യമായിട്ട് സ്വാഗതം പറയാനായിട്ട് ഡോക്ടർ ഷാരോണിനെ ക്ഷണിക്കുന്നു. ഷാരോൺ. KGM സർവീസ് സെല്ലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് സർവീസ് സഹായി എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന്റെ 3 സെക്ഷനായിട്ടാണ് നമ്മളിവിടെ നടത്തിയിരിക്കുന്നത്. അതിലത്തെ 3ാമത്തെ ഇതിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. ഇന്ന് എന്റെ പ്രധാനപ്പെട്ട എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. അധികം സമയം കളയാതെ സ്വാഗതത്തിലേക്കാണ്. ഞാൻ ഈ പരിപാടിയിലേക്ക് സ്റ്റേറ്റ് നേതാക്കളെയും ജില്ലാ നേതാക്കളെയും ഓരോ ജില്ലയിലുള്ള എല്ലാ മെമ്പർമാരെയും ഫാക്കൽറ്റിയെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന എക്സ്പെർട്ട് സച്ചിൻ ഡോക്ടറാണ്. വേൾഡിൽ തന്നെ ഓസ്ട്രേലിയയിൽ പോയിട്ട് എപ്പിഡോമോളജി പ്രബന്ധം അവതരിപ്പിച്ച് അതില് കൂടിയിട്ടാണ് കാര്യങ്ങളിൽ ഒരു ബുക്ക് വരെ എഴുതാൻ തയ്യാറാക്കി നിൽക്കുന്ന ഒരു ഫാമിലി. അതെല്ലാം കൃത്യമായിട്ട് അത് യൂട്ടിലൈസ് ചെയ്യണം. ഡോക്ടർ ഡെപ്യൂട്ടി DMO ആണ് കണ്ണൂർ. വളരെ സഹൃദയനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഞാൻ ഇതിൽ സ്വാഗതം. ഇതിന്റെ ഈ നടപ്പിനുള്ള ഇതിന്റെ ചുക്കാൻ പിടിക്കുന്ന സന്തോഷ് സാറിനെ ഞാനിത് ക്ഷണിക്കുകയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടിയിട്ട്. സന്തോഷ് സാർ. ഹലോ. പ്രിയപ്പെട്ട KGM അംഗങ്ങളെ, ഇപ്പോൾ ഡോക്ടർ ഷാരോൺ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സർവീസ് സഹായി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ന്യൂ പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കൂടെ ആയിട്ട് എക്സ്പെർട്ടായിട്ട് എത്തിയിരിക്കുന്നത് ഡോക്ടർ സച്ചിനാണ്. ഓൾറെഡി ഡോക്ടർ സച്ചിനെ പറ്റിയുള്ള വിവരണങ്ങൾ ഷാരോൺ പറഞ്ഞു. നമ്മളിപ്പോഴത്തെ ഡെപ്യൂട്ടി DMO കണ്ണൂരാണ്. ഒരു പക്ഷേ സർവീസ് കാര്യങ്ങളെ പറ്റിയിട്ട് ചോദ്യം ചോദിക്കാൻ പറ്റിയ അല്ലെങ്കിൽ സംശയം ചോദിക്കാൻ പറ്റിയുള്ള ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന പേരാണ് ഡോക്ടർ സച്ചിൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഈ മീറ്റിങ്ങിൽ ഇന്ന് കിട്ടിയതിൽ നമ്മൾ വളരെ എന്താ പറയുക ഭാഗ്യം ചെയ്തവരാണെന്ന് പറയാൻ. അപ്പോൾ അദ്ദേഹത്തിന് ഈ മീറ്റിങ്ങിനെ പറ്റി അദ്ദേഹത്തിൻ്റെ വ്യൂ പോയിന്റ്സ് ഒക്കെ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ ഒരു പുതുതായിട്ട് തുടങ്ങിയ പ്രോഗ്രാമാണ്. അതിന് ബാലാരിഷ്ടതകളും അതിൻ്റെ മോഡിഫിക്കേഷൻ എന്തെങ്കിലുമൊക്കെ വരുത്തണം എന്നുണ്ടായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യൂ പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ അതുകൂടി അദ്ദേഹം ഇതിൽ അവതരിപ്പിക്കുന്നതാണ്. അതായത് ഇന്ന് പ്രത്യേകമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഓഡിറ്റ് ഒബ്ജക്ഷനുകൾ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതല്ല, എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. വരാതെ എങ്ങനെ നോക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം വേണ്ടത്. അപ്പോൾ അതേ ഒരു സ്ലൈഡ് പ്രസന്റേഷൻ നടത്തി അതിനെ തുടർന്നുള്ള ക്വസ്റ്റ്യൻസുകളും കാര്യങ്ങൾ എങ്ങനെ അത് ചെയ്യാം, എങ്ങനെ നമ്മൾ ഒരു എന്താ പറയുക മുൻകൂട്ടി കണ്ടുകൊണ്ട് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ എല്ലാവരും ഈ സെഷൻ്റെ പ്രയോജനം ഇത് എന്നുള്ള പ്രയോജനം ഉപയോഗപ്പെടുത്തണം. നമ്മളിത് റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ ഫസ്റ്റ് എപ്പിസോഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കേൾക്കാമെന്ന് എല്ലാവരും വിചാരിക്കും. പക്ഷെ ഒരു ഫേസ് ടു ഫേസ് ചോദിച്ച് മനസ്സിലാക്കുന്നതിൻ്റെ ഒരു ഗുണം അത് ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അതിനുവേണ്ടിയുള്ളൊരു വേദി ഒരുക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. ഓവർ ടു ഡോക്ടർ സച്ചിൻ. താങ്ക് യു സന്തോഷ് സാർ. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഷാരോൺ, മറ്റ് പ്രിയപ്പെട്ട KGMOA അംഗങ്ങളെ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്നുള്ളത് സന്തോഷ് സാറും അതുപോലെ തന്നെ ഷാരോണും ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. സന്തോഷ് സാർ അതിന് കൂടുതലും കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഇതൊരു
നമ്മൾ ഓഡിറ്റ് ഒബ്ജക്ഷൻ, ഞാൻ ആ ടോപ്പിക് എന്താണെന്ന് പറയാനായിരുന്നു ആദ്യം വിചാരിച്ചത്, പക്ഷെ സന്തോഷ് സാർ എന്നത് പറഞ്ഞു. അതായത് ഓഡിറ്റ് ഒബ്ജക്ഷനുകൾ വരുന്നത് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിനേക്കാൾ ഓഡിറ്റ് ഒബ്ജക്ഷൻ വന്നതിന് ശേഷം നമുക്ക് അത് എങ്ങനെ എഴുതി തള്ളാം എന്നുള്ളത് ആയിരിക്കില്ല. നമുക്ക് എങ്ങനെയാണ് അത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ആ ടോപ്പിക്കിലേക്ക് കടക്കാം. ആദ്യത്തേത് ഞാൻ പറഞ്ഞ പോലെ തന്നെ സന്തോഷ് സാറും പറഞ്ഞ പോലെ തന്നെ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ആണ് ഓഡിറ്റ് ഒബ്ജക്ഷനുകൾ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത്. ആദ്യമായിട്ട് ഓഡിറ്റ് എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് പല ഡെഫിനിഷൻസ് ഉണ്ട്. ഒരു ഡെഫിനിഷൻ ഇങ്ങനെയാണ്: ഓഡിറ്റ് ഈസ് സ്ക്രൂട്ടിനി ഓഫ് ദി ട്രാൻസാക്ഷൻസ്, receipts and payments in an organization with reference to its accounts and related records, financial principles, rules, scheme, objectives and guidelines. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുന്നു, പക്ഷേ ഇത്രയേ ഉള്ളൂ. ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ക്രൂട്ടിനിയാണ്. എന്തിന്റെ? അതായത് ഒരു പരിശോധനയാണ് ട്രാൻസാക്ഷൻസിന്റെ. എന്തൊക്കെ ട്രാൻസാക്ഷൻസ് ആണ്? റെസീപ്റ്റ്സും പേയ്മെന്റ്സും. ആ പേയ്മെന്റ്സ്, അത് നമ്മുടെ അക്കൗണ്ട്സ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റെക്കോർഡ്സ്, അതൊക്കെയാണ് അതിനകത്ത് പരിശോധിക്കുക. അത് ഫൈനാൻഷ്യൽ പ്രിൻസിപ്പിൾസ്, റൂൾസ്, സ്കീം, ഒബ്ജക്റ്റീവ്സ്, അതുപോലെ തന്നെ ഗൈഡ് ലൈൻസ് ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ആ ഓഡിറ്റ് സമയത്ത് നമ്മൾ അല്ലെങ്കിൽ ഓഡിറ്റേഴ്സ് പരിശോധിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഓഡിറ്റ് ചെയ്യുന്നതും ഓഡിറ്റ് ഒബ്ജക്ഷൻസ് വരുന്നതും. അപ്പോൾ ഓഡിറ്റ് ഒബ്ജക്ഷൻ വരാതിരിക്കാനായിട്ട് സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ ഫൈനാൻഷ്യൽ പ്രിൻസിപ്പിൾസും റൂൾസും സ്കീം ഒബ്ജക്റ്റീവ്സും അതുപോലെ തന്നെ ഗൈഡ് ലൈൻസ് ഒക്കെ നമ്മൾ പാലിച്ചിരിക്കണം. അപ്പൊ അതിനകത്ത് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ക്ലാസ്സിൽ ഇപ്പൊ ഞാൻ അടക്കമുള്ള ആരെങ്കിലും പറയുന്നതല്ല, നമ്മൾ ഓരോ പ്രൊസീജിയർ ചെയ്യുമ്പോഴും അതിന്റെ ഉത്തരവ് അല്ലെങ്കിൽ അതിന്റെ മാർഗരേഖയാണ് നമ്മൾ കൃത്യമായിട്ട് പാലിക്കേണ്ടത്. നമ്മൾ സാധാരണ ഒരു ഓഫീസ് മേധാവി, നമ്മളൊരു സ്ഥാപന മേധാവിയും കൂടിയാണ്, ഒരു മെഡിക്കൽ ഓഫീസർ എന്ന് അല്ലെങ്കിൽ അതിലുപരി നമ്മളൊരു സ്ഥാപന മേധാവിയും കൂടിയാണ്, ഒരു ഓഫീസിന്റെ മേധാവിയാണ്. അപ്പൊ ആ ഓഫീസിന്റെ മേധാവി എന്നുള്ള രീതിയിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു ഓഫീസിൽ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നത്. ആ ഓഡിറ്റ് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് ഓഫീസ് പ്രൊസീജിയേഴ്സ് ആണ്. അതിന് നേരത്തെ പറഞ്ഞു നമ്മൾ എല്ലാത്തിനും മാർഗരേഖ അല്ലെങ്കിൽ ഉത്തരവാണ് പാലിക്കേണ്ടത് എന്നുള്ളത്. ഓഫീസ് പ്രൊസീജിയേഴ്സിന് നമ്മൾ മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയേഴ്സ് ആണ് പാലിക്കേണ്ടത്. പിന്നെ നമ്മൾ ചെയ്യുന്നത് ലീവ് അനുവദിച്ചു കൊടുക്കുക, നമ്മളെ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ലീവ് അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ പാലിക്കേണ്ടത് KSR ആണ്. പിന്നെ അതുപോലെ തന്നെ സാലറി അലവൻസ് ഇതൊക്കെ അനുവദിച്ചു കൊടുക്കുക, അതിന് നമ്മൾ KSR ആണ് പാലിക്കേണ്ടത്. പിന്നെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു മേജർ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് പർച്ചേസുകളാണ്. അപ്പോൾ അതിന് നമ്മൾ KFC, ഫൈനാൻഷ്യൽ കോഡ്, അതുപോലെ തന്നെ സ്റ്റോർ പർച്ചേസ് റൂൾസ്, LSTD പ്രൊജക്ട് ആണെങ്കിൽ പ്രൊക്യൂർമെന്റ് മാനുവൽ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സാധാരണയായിട്ട് അതിനകത്ത് പാലിക്കേണ്ടത്. പിന്നെ അത് കൂടാണ്ട് തന്നെ ഈ KSRനും അതുപോലെ തന്നെ KFCക്കും ഒക്കെ പിന്നീട് SP റൂൾസിനായി കഴിഞ്ഞാലും പിന്നീട് വരുന്ന അമെന്റ്മെന്റ്സ് അല്ലെങ്കിൽ ഉത്തരവുകളും ഒക്കെ ഉണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പാലിക്കുക എന്ന് പറയുമ്പോൾ ചെയ്യേണ്ടത്. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ നോക്കുമ്പോൾ ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇത്രയും കാര്യങ്ങളൊന്നും ആർക്കും ഓർത്തു വെക്കാനായിട്ട് സാധിക്കില്ല. ഈ MOP തന്നെ നമ്മളാരും തന്നെ വായിച്ചിട്ടുണ്ടാകില്ല. കാരണം നമ്മളെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പ്രൊസീജിയറിലൂടെ നമ്മൾ പലപ്പോഴും കടന്നു പോകുന്നില്ല. ക്ലർക്കാണ് അത് പലപ്പോഴും, നമ്മളെ മിനിസ്റ്റീരിയൽ സ്റ്റാഫാണ്, മിനിസ്റ്റീരിയൽ വിഭാഗമാണ് അത് പലപ്പോഴും ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ. അതുപോലെ തന്നെ KSR ഒക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എക്സാം പാസ്സാവാൻ വേണ്ടി പഠിക്കുന്നു എന്നതിൽ കവിഞ്ഞ്, അല്ലെ KFC ആയി കഴിഞ്ഞാലും നമ്മൾ അതൊന്നും പിന്നീട് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ പലപ്പോഴും അത് ഉപയോഗിക്കാത്തതുകൊണ്ട് നമ്മൾ അതൊന്നും പിന്നീട് അത് നോക്കുന്നില്ല. അപ്പൊ അല്ലെങ്കിൽ തന്നെ എനിക്ക് പറയാനുള്ളത്, ഇതൊന്നും ഓർത്തു വെക്കുക എന്നുള്ളത് അത്ര ഒരു എളുപ്പമല്ല. ഇത് മുഴുവനും ഓർത്തു വെക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു കാര്യമല്ല. ഞാൻ പറയുന്നില്ല അത് എല്ലാം നമ്മൾ ഓർത്തു വെക്കണം, കാരണം നമുക്ക് ഓർത്തു വെക്കാനായിട്ട് ഒരുപാട് വേറെ നല്ല കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട്. പക്ഷെ എന്നിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഓഡിറ്റ് ഒബ്ജക്ഷൻസ് വരുന്നത് നമ്മൾ ഒഴിവാക്കണം. അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങളെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ സാധാരണയായിട്ട് എന്തൊക്കെ ഓഡിറ്റ് ഒബ്ജക്ഷൻസ് ആണ് ഒരു മെഡിക്കൽ ഓഫീസർക്ക് വരാൻ സാധ്യതയുള്ളത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓഫീസ് പ്രൊസീജിയേഴ്സ് സംബന്ധമായിട്ടുണ്ട്. ലീവ് അനുവദിക്കുന്നതിനകത്ത്, സാലറി അതുപോലെ തന്നെ അലവൻസ് അനുവദിക്കുന്നതിനകത്ത്, പർച്ചേസ് സംബന്ധമായിട്ട്, HMC നമ്മുടെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി സംബന്ധമായിട്ട്, LSTD പ്രൊജക്ട് സംബന്ധിച്ചിട്ട്, ഇവയൊക്കെയാണ് നമുക്ക് സാധാരണയായിട്ട് വരാൻ സാധ്യതയുള്ള ഓഡിറ്റ് ഒബ്ജക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പുതിയ മെഡിക്കൽ ഓഫീസർ, നമുക്കൊരു പുതിയ മെഡിക്കൽ ഓഫീസറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ ഇതിനെ എടുക്കാം. എങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഓഡിറ്റ് ഒബ്ജക്ഷൻസ് മനസ്സിലാക്കാം? അതായത് നമ്മളെല്ലാം MBBS പഠിച്ചിട്ടാണ് ഇതിനകത്തേക്ക് വരുന്നത്. ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ഈ MOP ആയിക്കഴിഞ്ഞാലും KSR ആയിക്കഴിഞ്ഞാലും ആരും നമ്മളെ പഠിപ്പിക്കുന്നില്ല. അല്ലെങ്കിൽ അത് പഠിച്ചെടുക്കാൻ, ഇപ്പൊ സ്വയം പഠിച്ചെടുക്കാൻ തന്നെയാണെങ്കിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതൊക്കെ നോക്കുകയും വേണം. എന്നാൽ നമുക്ക് day 1 തൊട്ട് തന്നെ നമുക്ക് ഓഡിറ്റ് ഒബ്ജക്ഷൻസ് വരാൻ സാധ്യതയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ അന്ന് തൊട്ട് തന്നെ ചെയ്യുന്നുണ്ട്.
അപ്പൊ എങ്ങനെയാണ് ഒരു പുതിയ എംഒ, ഞാൻ ഒരു പുതിയ എംഒന്റെ വീക്ക് തന്നെ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് അത് മനസ്സിലാക്കുക, അത് എന്തൊക്കെ ഓഡിറ്റ് ഒബ്ജക്ഷൻസ് വരാൻ സാധ്യതയുള്ളത്. അതിനകത്ത് എനിക്കൊരു കാര്യം ആഡ് ചെയ്യാനുള്ള വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബേസിക്കലി എന്തിനാണ് ജോലി ചെയ്യുന്നത്, നമ്മുടെ മാസാവസാനം സാലറി കിട്ടാൻ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അതിനുശേഷം മാത്രമേ നമ്മൾ ഒരു സർവീസ് കമ്പോണന്റ് അതിനകത്ത് വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന സാലറി അത് ഒരു ഓഡിറ്റ് ഒബ്ജക്ഷനായി തിരിച്ച് അടക്കാതിരിക്കുക എന്നുള്ളത് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഒപ്പം തന്നെ സാലറി അല്ലെങ്കിൽ നമുക്ക് പൈസയുടെ കാര്യം മാറ്റിവെച്ചാൽ തന്നെ ഒരു ഓഡിറ്റ് വരുന്നത് എപ്പോഴും നമുക്കൊരു ഡീമോട്ടിവേറ്റിംഗ് ആണ്. നമ്മൾ കുറെ അധികം ആലോചിച്ച് നമ്മൾ നല്ല ഉദ്ദേശത്തിൽ ചെയ്ത ഒരു കാര്യം, ആ ഒരു കാര്യം പിന്നീട് കുറച്ച് ആൾക്കാർ വന്ന് അത് ഇങ്ങനെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് ശരിയായില്ല എന്ന് പറയുമ്പോൾ അതൊരു ഡീമോട്ടിവേറ്റിംഗ് ആണ്. അപ്പൊ നമുക്ക് അന്നേരം നമുക്ക് തോന്നുക ഇത് എന്തുകൊണ്ട് നേരത്തെ ആരും പറഞ്ഞു തന്നില്ല, അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്യില്ലായിരുന്നല്ലോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരു പുതിയ മെഡിക്കൽ ഓഫീസർക്ക് എങ്ങനെയാണ് ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക? അതായത് ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നേരത്തെ KFC, KSR അതൊക്കെ പറഞ്ഞു. അതിന്റെ ഇടയിൽ ഓഡിറ്റ് ഒബ്ജക്ഷൻസ് വരുന്നത് എങ്ങനെ, എന്തൊക്കെ കാര്യങ്ങൾക്കാണെന്ന് എങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ, അതിനുള്ള ഒരു എളുപ്പ വഴി എന്നുള്ളത് നിങ്ങളുടെ തന്നെ ഓഫീസിലെ പഴയ ഓഡിറ്റ് ഫയലുകൾ പരിശോധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ പഴയ മെഡിക്കൽ ഓഫീസർമാർക്ക് എന്തൊക്കെ ഓഡിറ്റ് ഒബ്ജക്ഷൻസ് ആണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് കാണാം. അത് ഒരു ബുക്കിൽ നോട്ട് ചെയ്യുക, അത് ആവർത്തിക്കാതിരിക്കുക. വേറൊരു കാര്യം ഇവിടെ ആഡ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കൂട്ടം ഓഡിറ്റ് ഒബ്ജക്ഷൻസ് നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ ഓഡിറ്റ് ടീം സ്പെസിഫിക് ആയിട്ട് നോക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം സാധാരണഗതിയിൽ എല്ലാവരും വരുത്തുന്ന തെറ്റുകൾ ആണത്. അപ്പൊ ആ തെറ്റുകൾ കഴിയുന്നത് നമ്മൾ ആവർത്തിക്കാതെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെയുള്ള ഓഡിറ്റ് ഒബ്ജക്ഷൻസ് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ഞാൻ ഈ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ സ്ലൈഡ്സിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തില് പല മെഡിക്കൽ ഓഫീസർമാർക്ക് വന്നിട്ടുള്ള ഓഡിറ്റ് ഒബ്ജക്ഷൻസ് ആണ്. അപ്പോ നേരത്തെ ഞാൻ പറഞ്ഞു നമുക്ക് പല രീതിയിൽ ഓഡിറ്റ് ഒബ്ജക്ഷൻസ് വരാം. ഓഫീസ് പ്രൊസീജിയേഴ്സ് സംബന്ധമായിട്ട്, സാലറി അല്ലെങ്കിൽ ലീവ് അനുവദിക്കുന്നതിൽ, പർച്ചേസ്, HMC, അങ്ങനെ ഓരോ കാര്യങ്ങൾ. അപ്പൊ ഈ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഒന്നാമത്തേത് ഓഫീസ് പ്രൊസീജിയേഴ്സ് സംബന്ധമായിട്ട്. ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഓഡിറ്റ് ഒബ്ജക്ഷൻസ് ഒഴിവാക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ഓഡിറ്റ് ഒബ്ജക്ഷൻസ് ആണ് മുൻകാലങ്ങളിൽ സാധാരണ നമ്മളെ പഴയ മെഡിക്കൽ ഓഫീസർമാർക്ക് വന്നിട്ടുള്ളത് എന്ന് നോക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഓഫീസ് പ്രൊസീജിയേഴ്സ് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓഡിറ്റേഴ്സ് ഓഡിറ്റ് ചെയ്യുന്നത് അവിടുത്തെ രജിസ്റ്ററുകൾ പരിശോധിച്ചിട്ടാണ്. പക്ഷെ അതേസമയം തന്നെ ഒരു ഓഫീസിൽ പോലും, ഒരു ചെറിയ ഓഫീസ്, ഒരു സാധാരണ ഒരു PHC ആണെങ്കിൽ പോലും ഒരുപാട് രജിസ്റ്റേഴ്സ് അവിടെയുണ്ട്. അപ്പോൾ നമ്മളൊന്ന് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ കോളങ്ങൾ പോലും മനസ്സിലാകാത്ത കുറെ രജിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു സാധാരണക്കാരനായ ഒരു MOയ്ക്ക് എങ്ങനെയാണ് ഈ രജിസ്റ്റേഴ്സ് നോക്കിയിട്ട് അതിനകത്തുനിന്ന് ഓഡിറ്റ് ഒബ്ജക്ഷൻസ് ഒഴിവാക്കാൻ സാധിക്കുക എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ നമ്മുടെ പഴയ ഓഡിറ്റ് ഫയലുകൾ മറിച്ചു നോക്കാം. അപ്പൊ അങ്ങനെയുള്ള ഓഡിറ്റ് ഫയലുകൾ മറിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ കാണാം. അതായത് അവർ രജിസ്റ്ററുകൾ പരിശോധിച്ചു. ഓഡിറ്റ് ടീം എഴുതി വെച്ച കാര്യമാണ് ഇവിടെ പറയുന്നത്. രജിസ്റ്റർ ഓഫ് സർവീസ് ബുക്ക്, അങ്ങനെ ഒരു സാധനം ഉണ്ടായിരിക്കണം. അത് പരിപാലിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിശ്ചിത മാതൃകയിലാണോ എന്നുള്ളത് ഓഡിറ്റേഴ്സ് എഴുതി വെച്ചിട്ടുണ്ടാകും. പിന്നെ രജിസ്റ്റർ ഓഫ് ഇൻക്യുബൻസ്, കൗണ്ടർ രജിസ്റ്റർ, പെർമനന്റ് ടെമ്പററി എസ്റ്റാബ്ലിഷ്മെന്റ് രജിസ്റ്റർ, പ്രൊബേഷൻ രജിസ്റ്റർ, ലീവ് രജിസ്റ്റർ, ഇൻക്രിമെന്റ് രജിസ്റ്റർ, LPC, അഡ്വാൻസ്, GPF എന്നെടുക്കുന്ന അഡ്വാൻസ്, HBA, ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ്, FBS, ഫാമിലി ബെനിഫിറ്റ് സ്കീമാണ്. ഇപ്പോഴ് അത് ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് രജിസ്റ്റേഴ്സ് ആണ് അവര് സ്ഥിരമായിട്ട് നോക്കുന്നത്. അപ്പൊ ഈ ഒരു രജിസ്ട്രേഷന്റെ ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പല ഭാഗത്തു നിന്നും ഇതുപോലെ ഓഡിറ്റ് ഒബ്ജക്ഷന്റെ ഭാഗമായിട്ട് കളക്ട് ചെയ്തതാണ്. ഒരു 20ഓളം രജിസ്റ്റേഴ്സ് ആണ് സാധാരണഗതിയിൽ ഒരു നമ്മുടെ ഓഫീസിലെ ഓഡിറ്റിംഗ് ടീം അല്ലെങ്കിൽ ഓഡിറ്റിന്റെ ഭാഗമായിട്ട് ഓഡിറ്റേഴ്സ് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ചോദ്യം, എങ്ങനെയാണ് ഈ രജിസ്റ്റേഴ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, നമുക്ക് എങ്ങനെയാണ് മനസ്സിലാകുക എന്നുള്ളതാണ്. അതിന് കൃത്യമായിട്ട് KGMOയുടെ കയ്യിൽ തന്നെ റിസോഴ്സ് ഉണ്ട്. നമ്മുടെ KGMOയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ ഗവൺമെന്റ് ഓർഡേഴ്സ് ആൻഡ് സർക്കുലേഴ്സ് എന്നുള്ള സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ അതിനകത്ത് ഈ PDF പിന്നീട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പൊ അതിനകത്ത് മനസ്സിലാകും. അവിടെ രജിസ്റ്റേഴ്സ് എന്നുള്ള ഒരു ഫോൾഡർ അതിനകത്തുണ്ട്. ആ ഫോൾഡറിനകത്ത് എന്തൊക്കെയാണ് രജിസ്റ്റേഴ്സിന്റെ ഫോർമാറ്റ് എന്തൊക്കെയാണ്, അപ്പോൾ അത് എങ്ങനെ പരിപാലിക്കാം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യം, ഒരു റിസോഴ്സ് അവിടെ ഉള്ളത് കൊണ്ട് ഇനി വരുന്ന സ്ലൈഡ്സിൽ ഈ രജിസ്ട്രേഷൻ എങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ളത് കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറയാൻ പോകുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ ഒരു രജിസ്റ്റേഴ്സ് ഒക്കെ വേണം എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പൊ നാളെ നിങ്ങൾ നിങ്ങളുടെ ഓഫീസിൽ പോയിട്ട് ഇതൊക്കെയാണ് വേണ്ടത് എന്നുള്ള രീതിയിൽ നിങ്ങൾ അവിടെ പോയി നോക്കുമ്പോൾ പല കാര്യങ്ങളും ചിലപ്പോൾ അവിടെ ഇല്ല. അങ്ങനെ ഇല്ലാത്തതുകൊണ്ടാണ് ഇതുപോലെ ഈ പരിപാലിച്ചിട്ടില്ല അല്ലെങ്കിൽ നിശ്ചിത മാതൃകയിലല്ല എന്നൊക്കെ നിങ്ങൾക്ക് ഇതൊരു കാര്യം എന്നുള്ളത് ഇത് സ്ഥാപന മേധാവി എന്നുള്ള രീതിയിൽ നിങ്ങൾ നോക്കേണ്ടത് തന്നെയാണ്. ക്ലർക്കാണ് ചെയ്യേണ്ടതെങ്കിലും അതിനകത്ത് നിങ്ങൾക്ക് കൂടി ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്.
അപ്പൊ അതിന്റെ ഓഡിറ്റ് ഒബ്ജക്ഷന്റെ മറുപടി കൊടുക്കുക എന്നുള്ളത് സ്ഥാപന മേധാവിയും കൂടെ കടമയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നാളെ നിങ്ങൾ ഓഫീസിൽ പോയി നോക്കുമ്പോൾ ഈ പറഞ്ഞ 10-20 രജിസ്ട്രേഴ്സ് ഇവിടെ കാണിച്ചു, ഇത് പലതും അവിടെ ഇല്ല എന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കത്ത് തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ ക്ലർക്കിന് കൊടുക്കാം. പലപ്പോഴും അതിന്റെ മെമ്മോ എന്നാണ് വിളിക്കുന്നതെങ്കിലും മെമ്മോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു PFCയിൽ ഉണ്ടാകുന്ന കുറച്ച് സ്റ്റാഫിന്റെ ഇടയിൽ ഒരു മെമ്മോ കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവിടുത്തെ നോർമൽ ആയിട്ടുള്ള ബന്ധം താറുമാറാകാം. അപ്പൊ അതിനൊരു കത്ത് കൊടുക്കുക. ആ കത്ത് കൊടുത്തിട്ട് അവിടെ താഴെ അത് റിസീവ് ഇന്ന് രജിസ്ട്രേഴ്സ് ഇവിടെ കാണുന്നില്ല, അല്ലെങ്കിൽ അതിനകത്ത് കൃത്യമായിട്ട് പരിപാലിച്ചിട്ടില്ല എന്ന് കാണുകയാണെങ്കിൽ ഒരു കത്ത് ക്ലർക്കിന്റെ കയ്യിൽ കൊടുത്ത് അവിടെ റിസീവ്ഡ് എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് വാങ്ങിക്കുക. പിന്നെയും അവരത് കുറച്ച് നാളൊക്കെ നോക്കി എന്നിട്ട് പാലിക്കുന്നില്ല എങ്കിൽ നിങ്ങളത് DMOയിലേക്ക് അയക്കുക. ഇത്രയും രജിസ്ട്രേഴ്സ് ഇവിടെ കൃത്യമായിട്ട് പാലിക്കുന്നില്ല, ബന്ധപ്പെട്ട സുപ്പീരിയർ സ്റ്റാഫ് ഒരു ഇൻസ്പെക്ഷൻ നടത്തണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവരവിടെ ഒരു ഓഡിറ്റ്, ചിലപ്പോൾ ഒരു ഓഡിറ്റ് ടീം തന്നെ വന്നിട്ട് ഓഡിറ്റ് ചെയ്യും. പക്ഷെ നിങ്ങളുടെ ഭാഗം സേഫ് ആണ്, കാരണം നിങ്ങളത് നോക്കി നിങ്ങൾക്കത് കാണുന്നില്ല എന്ന് മനസ്സിലായി, നിങ്ങൾ ചെയ്യാൻ വേണ്ടി കൊടുത്തു, അതിനുശേഷം ചെയ്യുന്നില്ല എന്നുള്ളതാണെങ്കിലാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തെന്നുള്ളത്. അപ്പൊ ഈ ഓഡിറ്റ് ടീം നേരത്തെ പറഞ്ഞു കുറച്ച് രജിസ്ട്രേഴ്സ് ഒക്കെ പരിശോധിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഈ രജിസ്ട്രേഴ്സ് പരിശോധിച്ച് കഴിഞ്ഞാലും അവരെന്തൊക്കെ അഭിപ്രായങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കിയാൽ തന്നെ ഈ ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻസ് നമുക്ക് ഭാവിയിൽ ഒഴിവാക്കാൻ സാധിക്കും. അതിനകത്ത് ഒരു MOയ്ക്ക് കിട്ടിയ ഓഡിറ്റ് ഒബ്ജക്ഷൻ ആണ്, അതായത് സ്റ്റാമ്പ് അക്കൗണ്ട് രജിസ്റ്റർ. സ്റ്റാമ്പ് അക്കൗണ്ട് രജിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാ സ്ഥാപനങ്ങളിലും പോസ്റ്റലായിട്ട് പല കാര്യങ്ങളും അയക്കുന്നുണ്ട്. അപ്പൊ അതിന് നമുക്ക് സ്റ്റാമ്പ്, നമ്മൾ കണ്ടിജൻസി ഫണ്ട് ഉപയോഗിച്ചിട്ട് സ്റ്റാമ്പ് വാങ്ങിക്കാൻ സാധിക്കും. ഈ സ്റ്റാമ്പ് എത്രയാണോ വാങ്ങിക്കുന്നത് അതിനൊരു സ്റ്റോക്ക് രജിസ്റ്റർ ഉണ്ടായിരിക്കണം. അപ്പൊ ആ സ്റ്റോക്ക് രജിസ്റ്ററിനകത്ത് ഓരോ തവണ ഒരു 10 രൂപയുടെയോ അല്ലെങ്കിൽ 20 രൂപയുടെ സ്റ്റാമ്പ് ഉപയോഗിക്കുമ്പോൾ അത് കുറവ് ചെയ്തിട്ട് നമ്മളെ ക്യാഷ് ബുക്ക് എഴുതുന്ന പോലെ തന്നെ അതിങ്ങനെ എഴുതി പോകണം ഓരോ തവണ ഉപയോഗിക്കുമ്പോഴും. അത് കൂടാതെ തന്നെ ആ ഓരോ തവണ ഉപയോഗിക്കുന്നതിന്റെ നേരത്ത് നമ്മൾ ക്യാഷ് ബുക്കിനകത്ത് ഒരു ചുരുക്കമൊക്കെ വെക്കുന്ന പോലെ തന്നെ നമ്മളും അവിടെയും നമ്മുടെ സ്ഥാപന മേധാവി ഒപ്പിട്ടുണ്ടായിരിക്കണം. പിന്നെ എന്ന് മാത്രമല്ല എല്ലാ മാസവും ഇവിടെ പറഞ്ഞിട്ടുണ്ട് മാസാന്ത്യ ഭൗതിക പരിശോധന, ഫിസിക്കലി അതിനകത്ത് ഇപ്പം സ്റ്റോക്കിനകത്ത് അല്ലെങ്കിൽ ഈ സ്റ്റാമ്പ് അക്കൗണ്ട് രജിസ്റ്ററിനകത്ത് അവിടെ ഇനി 10 രൂപയുടെ അല്ലെങ്കിൽ 5 രൂപയുടെ 100 സ്റ്റാമ്പ് ബാക്കിയുണ്ട് എന്നാണെങ്കിൽ നമ്മളത് ഫിസിക്കലി നോക്കണം. എന്നിട്ട് അത് നമ്മൾ വെരിഫൈ ചെയ്യണം. അപ്പോൾ ഫിസിക്കലി വെരിഫൈ ചെയ്യുന്ന ഓരോ മാസവും അവസാന സ്ഥാപന മേധാവി എഴുതേണ്ടതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ കാണിച്ചതാണ്, അതായത് നമ്മൾ രജിസ്റ്റേർഡോ അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റോ അയക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ നിന്നും അതിന്റെ റെസീപ്റ്റ് കിട്ടും. ആ റെസീപ്റ്റും നമ്മൾ ഇതിനകത്ത് ഒട്ടിച്ചു വെക്കണം. അതായത് ഇതിനകത്തുനിന്ന് ഈ സ്റ്റാമ്പ് ഉപയോഗിച്ചിട്ടാണ് പിന്നെ നമ്മുടെ സ്പീഡ് പോസ്റ്റോ രജിസ്റ്റേർഡ് പോസ്റ്റോ അയക്കുന്നതെങ്കിൽ അങ്ങനെയല്ല, നമ്മളതിനകത്ത് ഇത് അയച്ചു കഴിഞ്ഞാൽ നമുക്കൊരു രജിസ്റ്റേർഡ് അയച്ചു കഴിഞ്ഞാലും സ്പീഡ് പോസ്റ്റ് അയച്ചു കഴിഞ്ഞാലും കിട്ടുന്നൊരു റെസീപ്റ്റ് ഉണ്ട്. ആ ഒരു ചെറിയൊരു സ്ലിപ്പ് ഉണ്ട്. ആ സ്ലിപ്പ് ഇവിടെ ഈ സ്റ്റാമ്പ് അക്കൗണ്ട് രജിസ്റ്ററിനകത്ത് അവിടെ തന്നെ ഒട്ടിച്ചു വെക്കണം. പിന്നെ രണ്ടാമത് സ്റ്റാമ്പ് അക്കൗണ്ട് രജിസ്റ്ററിനെ പറ്റിയാണ് ഇത് പറഞ്ഞത്. രണ്ടാമത്തേത് LPC, അതായത് ലാസ്റ്റ് പേ ചെക്ക് എന്നുള്ളതിന്റെ ഒരു രജിസ്റ്റർ അവിടെ ഉണ്ടായിരിക്കണം. പിന്നെ കേഡർ രജിസ്റ്റർ, അതായത് നമ്മൾ എത്ര ജീവനക്കാർ അവിടെ ഉണ്ടോ അല്ലെങ്കിൽ നേരത്തെ തന്നെ അവിടെ വർക്ക് ചെയ്ത ജീവനക്കാരുടെ എല്ലാ വിവരങ്ങളും, അവരുടെ പ്രൊബേഷൻ ഡിക്ലെയർ ആയി കഴിഞ്ഞാലും ഇൻക്രിമെന്റ് വാങ്ങിച്ചായി കഴിഞ്ഞാലും അവരുടെ പിന്നെ PSC അപ്പോയിന്റ്മെന്റിന്റെ ഓർഡർ നമ്പർ ആയി കഴിഞ്ഞാലും അങ്ങനെ കുറെ കാര്യങ്ങൾ, അതായത് ഒരു സ്റ്റാഫിനെ കുറിച്ചിട്ട് അവർക്ക് ഒരു ഔദ്യോഗികമായിട്ട് അറിയേണ്ട എല്ലാ കാര്യങ്ങളും അതൊരു രജിസ്റ്ററിനകത്ത് സൂക്ഷിക്കുന്നതിനെയാണ് കേഡർ രജിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വലിയ സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ ഒരുപാട് വലുതായിരിക്കും. അതേസമയം തന്നെ കുറച്ച് സ്റ്റാഫ് കുറഞ്ഞ സ്ഥാപനങ്ങളാണെങ്കിൽ അത്രയും സ്റ്റാഫിന് 20 സ്റ്റാഫ് ഒക്കെ ഉള്ള സ്ഥാപനങ്ങളാണെങ്കിൽ അത്രയും സ്റ്റാഫിന്റെ ഇത്രയും വിവരങ്ങൾ സൂക്ഷിക്കുന്നതിനാണ് കേഡർ രജിസ്റ്റർ എന്ന് വിളിക്കുന്നത്. അത് അവിടെ കൃത്യമായിട്ട് സൂക്ഷിക്കണം. അതുപോലെ തന്നെ നമ്മുടെ അസറ്റ് എന്തൊക്കെയാണോ ഉള്ളത് ആ അസറ്റ് ഒക്കെ നമ്മൾ അത് ഭൗതികമായി കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ചിലപ്പോൾ വണ്ടി സ്റ്റോക്കിലുള്ള ആൾക്കാരുണ്ടാകും, അതുപോലെ തന്നെ നമ്മുടെ ലാൻഡ് എത്രയാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് സൂക്ഷിക്കുന്നതാണ് ആസ്തി രജിസ്റ്റർ, അതും പരിപാലിക്കേണ്ടതാണ്. പിന്നെ PF-ൽ നിന്നും സ്റ്റാഫിന് നമ്മൾ അഡ്വാൻസ് ചെയ്ത് കൊടുക്കാറുണ്ട്, അഡ്വാൻസ് എമൗണ്ട് കൊടുക്കാറുണ്ട് നമ്മുടെ സ്റ്റാഫിന്. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ അത് PF അഡ്വാൻസ് രജിസ്റ്ററിനകത്ത് എഴുതുകയാണ് വേണ്ടത്. പിന്നെ സ്ഥാപനത്തിലുള്ള ഫർണിച്ചറിന്റെ രജിസ്റ്റർ സൂക്ഷിക്കേണ്ടത് ഓഫീസിൽ തന്നെയാണ്. അപ്പൊ അതിനൊരു ഫർണിച്ചർ രജിസ്റ്റർ ഉണ്ടായിരിക്കണം. ഇതിന്റെയൊക്കെ ഫോർമാറ്റ് പറഞ്ഞ പോലെ നമ്മുടെ രജിസ്ട്രേഷൻ ഫോർമാറ്റുണ്ട്. പിന്നെ ഫാമിലി ബെനിഫിറ്റ് സ്കീമാണ് നേരത്തെ ഉണ്ടായിരുന്നത്, ഇപ്പോൾ നിർത്തലാക്കിയിട്ടാണുള്ളത്. നേരത്തെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനകത്തുള്ള ആൾക്കാരുടെ ലിസ്റ്റും കാര്യങ്ങളും അതിനകത്ത് ഉണ്ടായിരിക്കണം. പിന്നെ ഇൻക്രിമെന്റ് വാങ്ങുന്നതിന് ഒരു ഇൻക്രിമെന്റ് രജിസ്റ്റർ വേറെ തന്നെ വെക്കണം. പിന്നെ ഒരെണ്ണം എന്നുള്ളത് നമ്മളെ സ്ഥാപനത്തിലുണ്ടായിരിക്കേണ്ടത് മൂവ്മെന്റ് രജിസ്റ്റർ ആണ്. മൂവ്മെന്റ് രജിസ്റ്റർ പലപ്പോഴും ഓഫീസിൽ ചിലപ്പോൾ ഉണ്ടാകാം, ചിലപ്പോൾ ഉണ്ടാകാറില്ല. ഉണ്ടായെങ്കിൽ തന്നെ ചിലപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് എഴുതാറില്ല. പക്ഷെ അതിനകത്ത് കൃത്യമായിട്ട് മൂവ്മെന്റ് രജിസ്റ്റർ സൂക്ഷിക്കുകയും ഓഫീസിലെ സ്റ്റാഫ് പുറത്തു പോകുന്ന സമയത്താണ് അത് പ്രധാനമായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ മൂവ്മെന്റ് രജിസ്റ്റർ നമ്മൾ കൃത്യമായിട്ട് പരിപാലിക്കുകയും ചെയ്തിട്ടുണ്ടാവണം.
അതുപോലെ തന്നെ ഓഫീസിലെ കാര്യം കഴിഞ്ഞിട്ടില്ല. PHC ഒരു ക്ലർക്ക് സൂക്ഷിക്കേണ്ടതായ 2 പ്രത്യേക രജിസ്റ്ററുകളുണ്ട്. അത് ഒന്ന് ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററും രണ്ടാമത്തേത് പേഴ്സണൽ രജിസ്റ്ററുമാണ്. ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓഫീസിൽ അത് ഒരെണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു ഓഫീസിലേക്ക് വരുന്ന അതേസമയം പേഴ്സണൽ രജിസ്റ്റർ ആണെങ്കിൽ ഓരോ ക്ലർക്കിനും 1 വീതം ഉണ്ടാകും. ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഓരോ സ്ഥാപനത്തിലേക്ക്, ഒരു ഓഫീസിലേക്ക് എന്ത് കമ്മ്യൂണിക്കേഷൻ, അത് മെയിൽ ആയിക്കോട്ടെ, പോസ്റ്റ് ആയിക്കോട്ടെ, തപാൽ ആയിക്കോട്ടെ, ഫോൺ കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ലിക്കേഷൻസ് തരുന്നതായിക്കോട്ടെ, അപ്പൊ അതെല്ലാം ചേർക്കേണ്ട ഒരു ബുക്ക് ആണ് അല്ലെങ്കിൽ ഒരു രജിസ്റ്റർ ആണ് ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്റർ എന്നുള്ളത്. അത് ഓരോ വർഷത്തേക്കും ഒന്നാണ് വേണ്ടത്. ആ ഓരോ വർഷവും തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മീൻസ് കലണ്ടർ ഇയർ തീർന്നു കഴിഞ്ഞാൽ, ബുക്ക് തീരുമ്പോഴല്ല, കലണ്ടർ ഇയർ തീർന്നു കഴിഞ്ഞാൽ അടുത്ത ഒരു രജിസ്റ്റർ തുടങ്ങണം. അങ്ങനെയാണ്. പിന്നെ ഇതിന്റെ അവസാനം ഒരു ഡിസ്പോസൽ അതൊക്കെ എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമെന്നില്ല. കാരണം ഒരു കത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് അത് അവസാനിപ്പിക്കുന്നത്, അത് റീറ്റെയിൻ ചെയ്യണോ അല്ലെങ്കിൽ പിന്നീട് അത് ഡിസ്ട്രോ ചെയ്യണോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും അയച്ചു കൊടുക്കണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് ഈ ഒരു RDKL എന്നുള്ളത്. അത് നമുക്ക് അറിയണമെന്നില്ല, MOPയിൽ വരുന്ന ഒരു കാര്യമാണ്. പിന്നെയുള്ളത് പേഴ്സണൽ രജിസ്റ്റർ ആണ്. ഈ ഒരു രജിസ്റ്റർ എന്ന് പറയുന്നത് ഒരു ക്ലർക്ക് അയാൾക്ക് വരുന്ന അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന ജോലിയുടെ എല്ലാ കാര്യങ്ങളും സൂക്ഷിക്കുന്നത് ഈ പേഴ്സണൽ രജിസ്റ്ററാണ്. അതായത് ഒരു ഓഫീസിനകത്ത് ആദ്യം ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിനകത്ത് ചേർക്കുകയാണ് ചെയ്യുക. വലിയ ഒരുപാട് സെക്ഷൻ ഉള്ള ഒരു ഓഫീസിലാണെങ്കിൽ അത് A1 അല്ലെങ്കിൽ A2 അല്ലെങ്കിൽ B സെക്ഷൻ ഒക്കെയാണ് കൊടുക്കേണ്ടതെങ്കിൽ അവർക്ക് കൈമാറി കഴിഞ്ഞാൽ, അങ്ങനെ ആ ഒരു A1 സെക്ഷനിൽ ഇരിക്കുന്ന ക്ലർക്കിന് അത് കിട്ടിക്കഴിഞ്ഞാൽ ആ ക്ലർക്ക് അത് എൻട്രി ചെയ്യേണ്ട, തനിക്ക് കിട്ടിയ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ഫയൽ എൻട്രി ചെയ്യേണ്ട ഒരു രജിസ്റ്റർ ആണ് ഈ പേഴ്സണൽ രജിസ്റ്റർ എന്ന് പറയുന്നത്. അതൊരു ക്ലർക്കിന് ഒരു PR ആണ്. PR എന്നാണ് ഇതിന്റെ ചുരുക്കപ്പേര് വിളിക്കുന്നത്. മലയാളത്തിലാണെങ്കിൽ അതിന് തൻപതിവേട് എന്ന് പറയും. അപ്പോൾ അതിനകത്ത് ഒരു പേജിനകത്ത് പരമാവധി 3 എൻട്രി ആണ് വേണ്ടത്. അതുപോലെ തന്നെ ഇതും ഓരോ വർഷത്തേക്കും ഒന്നാണ്, ഒരു കലണ്ടർ ഇയറിലേക്ക് ഒന്നാണ്. അപ്പോ കഴിഞ്ഞ വർഷത്തെ കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ ഇപ്രാവശ്യം ചെയ്യാനുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ PR-ന്റെ ആദ്യത്തെ കുറച്ച് പേജുകൾ വിട്ടിട്ടാണ് അത് തുടങ്ങേണ്ടത്, കുറച്ചധികം പേജുകൾ. അപ്പോൾ ഞാനത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളിത് അറിയാത്ത ആൾക്കാർ അത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ, എന്തായാലും ചെക്ക് ചെയ്യേണ്ടതാണ് ഓഫീസ് മേധാവി. ഇത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ആദ്യത്തെ പേജ് വിട്ടിട്ട് കാണും. അപ്പൊ നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല എന്തിനാണ് പേജ് വിട്ടത്. പേജ് വിടുക എന്നുള്ളത് ഡീഫോൾട്ട് ആയിട്ട് ഒരു കാര്യമാണ്. പേജ് നിർബന്ധമായിട്ടും വിടേണ്ടതാണ്. അപ്പോൾ ഈ വലതുഭാഗത്ത് കാണുന്ന കോളങ്ങൾ 10 കോളങ്ങളാണ് ഇതിനകത്ത് ഉണ്ടാവുക. അത്തരത്തിലൊരു ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്റർ ചേർത്തതാണ് ഇതിനകത്ത് കാണുന്നത്. ഇതിനകത്ത് നേരത്തെ പറഞ്ഞതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒരു തെറ്റുണ്ട്. ആ തെറ്റ് എന്താണെന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? നേരത്തെ ഞാൻ പറഞ്ഞു ഇതെങ്ങനെയാണ് ഓക്കെ, ആരും പറയുന്നില്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു പേജിൽ പരമാവധി 3 എൻട്രി ആണ് വേണ്ടതെന്ന്. അപ്പോ ഇതിനകത്ത് 4 എൻട്രി ഉണ്ട് എന്നുള്ള ഒരു അതായത് എന്റെ നിയമപ്രകാരമാണെങ്കിൽ അതൊരു തെറ്റാണ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററും പേഴ്സണൽ രജിസ്റ്ററും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചില ഓഡിറ്റ് ഒബ്ജക്ഷൻസ് വരാറുണ്ട്. ഒന്ന്, ഓഫീസിൽ ലഭിക്കുന്ന തപാലുകളെല്ലാം തന്നെ കൃത്യമായിട്ട് അത് ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിനകത്ത് ചേർത്തിട്ട് നമ്പർ രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പൊ അല്ലാതെ ഒരു തപാലും സ്വീകരിക്കുക. തപാൽ എന്ന് പറയുന്നത് പോസ്റ്റൽ തപാൽ മാത്രമല്ല, ഒരു ഓഫീസിലേക്ക് സ്വീകരിക്കുന്ന എല്ലാ കമ്മ്യൂണിക്കേഷനെയും ഒരു തപാല് എന്നുള്ള രീതിയിലാണ് നമ്മൾ വിളിക്കുക. അത് പോസ്റ്റ് ഓഫീസ് വഴി വരുന്നത് മാത്രമല്ല. ഓക്കെ, അപ്പോ അങ്ങനെയുള്ള എല്ലാം തന്നെ നമ്പർ രേഖപ്പെടുത്താനായിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്റർ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ പേഴ്സണൽ രജിസ്റ്റർ കൃത്യമായിട്ട് പരിപാലിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഇതിനകത്ത് വരും. അപ്പോ ആ ഒരു കാര്യം കൂടി ഇതിനകത്ത് നമ്മൾ നോക്കേണ്ടതാണ്. പിന്നെ മിക്ക ക്ലർക്കുമാരും ഇതൊരു വലിയൊരു ഓഫീസിൽ പോയ ഓഡിറ്റ് ഒബ്ജക്ഷൻ ആണ്. അപ്പോൾ ക്ലർക്കുമാർ അവിടെ ഈ പേഴ്സണൽ രജിസ്റ്റർ കൃത്യമായിട്ട് സൂക്ഷിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യമായിരുന്നു അവിടെ ഉണ്ടായത്. അപ്പൊ അത് കൃത്യമായിട്ട് സൂക്ഷിക്കുന്നില്ല എന്നുള്ള ഒരു ഇതാണ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതിന് MO എന്താണ് ചെയ്യാൻ പറ്റുക? അതായത് ഒരു കാര്യം ഞാൻ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററും അതുപോലെ തന്നെ പേഴ്സണൽ രജിസ്റ്ററും ഇത് കൃത്യമായിട്ട് നമ്മൾ ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മളത് നോക്കണം. അത് കൃത്യമായിട്ട് അവർ എഴുതുന്നുണ്ടോ എന്ന് നോക്കണം. കാരണം അത് നമ്മളെ ഒരു സ്ഥാപന മേധാവി അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസിങ് ഓഫീസർ എന്നുള്ള രീതിയിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോ ചില മാസങ്ങൾ അല്ലെങ്കിൽ ഒരു മാസം നമ്മളിപ്പോ നാളെയോ മറ്റന്നാളോ പോയിട്ട് നോക്കുകയാണെങ്കിൽ അപ്പൊ അവർ ചിലപ്പോൾ അത് അവരുടെ ജോലി തിരക്ക് കൊണ്ട് ചിലപ്പോൾ എഴുതാതെ വിട്ടിട്ടുണ്ടാകും. പക്ഷെ ഒരിക്കലും അത് അനുവദനീയമല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ഒരിക്കലും അങ്ങനെ അതിനകത്ത് എഴുതാതെ അവർക്ക് ജോലി ചെയ്യാൻ പാടുള്ളതല്ല. പക്ഷെ നമ്മൾ അവരോടുള്ള ഒരു ലീനിയൻസ് കൊണ്ട് നമുക്ക് കുറച്ച് ദിവസം കൊടുക്കാം നിങ്ങളത് എഴുതാൻ വേണ്ടിയിട്ട്.
എന്നിട്ടും ഒരു തുടർച്ചയായിട്ട് അത് എഴുതാത്തതാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എന്നാണോ നോക്കുന്നത് അവിടെ അത് രജിസ്റ്റർ പരിശോധിച്ചു അപൂർണമാണ്, പൂർത്തിയാക്കുക എന്നുള്ളത് എഴുതി നിങ്ങളുടെ സൈനും ഡേറ്റും അവിടെ ഇടണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോഴെങ്കിലും എന്തെങ്കിലും കാര്യത്തിന്റെ ഭാഗമായിട്ട് ഒരു എൻക്വയറിക്ക് വരാറുണ്ട്. അപ്പൊ എൻക്വയറി വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ക്ലർക്കിന്റെ ജോലി ഭാരം അല്ലെങ്കിൽ അവർ കൃത്യമായി ജോലി ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നത് പേഴ്സണൽ രജിസ്റ്റർ വെച്ചിട്ടാണ്. അപ്പൊ ഈ പേഴ്സണൽ രജിസ്റ്റർ അവർ കൃത്യമായിട്ട് ചെയ്യുന്നില്ല എങ്കിൽ അത് അവർ കുറ്റക്കാരാണ്. അത് നോക്കാത്തതിന് നമ്മളും കുറ്റക്കാരാണ്. അപ്പോൾ നമ്മൾ കുറ്റക്കാരാകാതിരിക്കാനാണ് നമ്മൾ ഇടയ്ക്ക് നോക്കുകയും ഈ രീതിയിൽ അവിടെ ഒരു ഇനീഷ്യൽ ചെയ്യുകയും അല്ലെങ്കിൽ നമ്മുടെ റിമാർക്സ് എഴുതുകയും ചെയ്യണം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് പേഴ്സണൽ രജിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഓഫീസിൽ ഒരുപാട് രജിസ്റ്റേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റ് ചില രജിസ്റ്ററിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ അവിടെ സാധാരണഗതിയിൽ എന്തൊക്കെ ഓഡിറ്റ് ഒബ്ജക്ഷൻസ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതും അപ്പൊ അതൊക്കെ എങ്ങനെ നീക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് ക്യാഷ് ബുക്ക് എന്നുള്ളത്. ക്യാഷ് ബുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ HMCയുടെ ക്യാഷ് ബുക്ക് ഉണ്ട്, മെയിൻ ക്യാഷ് ബുക്ക് ഉണ്ട്, അപ്പോൾ അല്ലാതെ NHMന്റെ ഉണ്ടാകും, LHD ഉണ്ടാകും. അപ്പോൾ ഓരോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏതൊക്കെ അക്കൗണ്ട്സ് ആണ് ഉള്ളത്, അതായത് ഏതൊക്കെ ബാങ്ക് അക്കൗണ്ട്സ് ആണ് ഉള്ളത് അതിനനുസരിച്ചിട്ട് നമുക്കൊരു ക്യാഷ് ബുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു ഇതെല്ലാം കൂടി വരുന്ന ഒരു മെയിൻ ക്യാഷ് ബുക്ക് വേറെയും ഉണ്ടായിരിക്കണം. അപ്പോ ഈ ക്യാഷ് ബുക്കിനകത്ത് നമ്മൾ ഒരു ഇടതുഭാഗവും വലതുഭാഗവും നമ്മൾ ഉപയോഗിക്കും. അപ്പൊ അതിനകത്ത് റെസിപ്റ്റും ഒരു സെക്ഷനകത്ത് ഉണ്ടാകും, പേയ്മെന്റും ഒരു സെക്ഷനകത്ത് ഉണ്ടാകും. ഈ ക്യാഷ് ബുക്ക് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് നമ്മൾ KGMI സൈറ്റിലുണ്ട്. അപ്പൊ അതിനകത്ത് അതിന്റെ കാര്യത്തിലേക്ക് കൂടുതൽ പോകുന്നില്ല. ക്യാഷ് ബുക്ക് അവർ കൃത്യമായിട്ട് എഴുതിക്കൊള്ളും. അപ്പൊ എഴുതി കഴിഞ്ഞാൽ ഒരു മെഡിക്കൽ ഓഫീസർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ചേർക്കലുകളും നമ്മൾ ഇനീഷ്യൽ ചെയ്യണം. അതായത് ഓരോ ദിവസത്തെയും, ഒരു ദിവസത്തെയും മാത്രമല്ല ഓരോ ദിവസവും അതിനകത്ത് കൂടുതൽ ഓരോ ട്രാൻസാക്ഷനും നമ്മൾ ഇനീഷ്യൽ ചെയ്തിട്ട് അത് സാക്ഷ്യപ്പെടുത്തണം, മീൻസ് അംഗീകരിക്കണം. അതുപോലെ തന്നെ ഓരോ മാസം അവസാനവും നമ്മളത് ഒരു അന്നത്തെ ക്യാഷ് എത്രയാണ്, അതായത് അവിടെ നമ്മുടെ സ്ഥാപനത്തിൽ എത്രയാണ് ക്യാഷ് എന്നുള്ളത് നോക്കണം. ഒപ്പം തന്നെ അക്കൗണ്ടിലെ ബാലൻസ് എത്രയാണോ എന്ന് നോക്കി അത് തന്നെയാണോ നമ്മുടെ ക്യാഷ് ബുക്കിനകത്ത് കാണിച്ചിരിക്കുന്ന ആ ബാലൻസ് എന്ന് നോക്കിയിട്ട് ഒരു സാക്ഷ്യപ്പെടുത്തൽ ഓരോ മാസം അവസാനവും നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചിട്ട് നമ്മളെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിനകത്തുള്ള അതേ തുക മാത്രമേ, അല്ലെങ്കിൽ എത്രയാണോ തുക പിൻവലിക്കുന്നത് അത് മാത്രമേ നമ്മുടെ ക്യാഷ് ബുക്കിനകത്തും എഴുതാൻ പാടുള്ളൂ. ഇപ്പം 247 രൂപ ട്രഷറിയിൽ നിന്ന് മാറി, പക്ഷേ അത് ക്ലർക്ക് എഴുതിയിട്ട് 347 തെറ്റിച്ചു. അപ്പൊ അത് ക്ലർക്കിന് വരുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. അതിന്റെ എന്തെങ്കിലും ലൈബിലിറ്റി ഉണ്ടെങ്കിൽ അവർക്ക് തന്നെ കൊടുക്കാം. പക്ഷെ അതിനകത്ത് നമ്മൾ നോക്കി എഴുതി ഒപ്പിട്ടു എന്നുള്ളത് കൊണ്ട് ഒരു 50% ചിലപ്പോൾ നമുക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. നമുക്ക് അതിനകത്ത് മാറി നിൽക്കാനായിട്ട് സാധിക്കില്ല. കാരണം അതുകൊണ്ടാണ് നമ്മൾ ഓരോ തവണയും, അതിനകത്ത് എല്ലാ സമയത്തും ഇതുപോലെ നോക്കാൻ പറ്റില്ല. പക്ഷെ ഇത് എപ്പോ പിടിക്കാമായിരുന്നു, നമ്മൾ മാസം അവസാനം നമ്മുടെ അക്കൗണ്ടിനകത്തുള്ള തുക, അതുപോലെ തന്നെ നമ്മുടെ ക്യാഷ് ബുക്കിനകത്ത് അക്കൗണ്ട്സിന്റെ കോളം, ബാങ്ക് ബാലൻസ് എന്നുള്ള കോളത്തിനകത്തുള്ള തുകയും നമ്മൾ റീകൺസിലേഷൻ ചെയ്യുക. അതായത് അതിനെയാണ് റീകൺസിലേഷൻ എന്ന് പറയുന്നത്. ആ തുകയും ഈ തുകയും ഒന്നാണോ എന്ന് നമ്മൾ നോക്കിയിരുന്നെങ്കിൽ ഈ 100 രൂപയുടെ വ്യത്യാസം നമുക്ക് അവിടെ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യേണ്ടതിന്റെ പ്രാധാന്യമാണ് ഈ ഒരു പറഞ്ഞു വരുന്നത്. പിന്നെ മറ്റൊരു MOയ്ക്ക് വന്ന ഓഡിറ്റ് ഒബ്ജക്ഷൻ ആണ്, അതായത് ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് കണക്ക് പുസ്തകത്തിലെ, അതായത് ക്യാഷ് ബുക്കിലെ ഓരോ ചേർക്കലുകളും മെഡിക്കൽ ഓഫീസർ ചുരുക്കൊപ്പ് ചാർത്തി അംഗീകരിക്കേണ്ടതാണ്. അത് ജനറൽ ക്യാഷ് ബുക്കിന്റെ വോളിയം 10-നകത്ത് ചില പേജുകളിൽ അതിനകത്ത് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇതിനകത്ത് വൈറ്റ്നർ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ക്യാഷ് ബുക്കിൽ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് തടഞ്ഞ് അതിന്റെ മുകളിൽ ഒരു പുതിയ തുക ചേർത്തിട്ട് നമ്മൾ അവിടെ ഒരു ഇനീഷ്യൽ ചെയ്യുകയാണ്, MO ഒരു ഇനീഷ്യൽ ചെയ്യുകയാണ് വേണ്ടത്. ഒരിക്കലും വൈറ്റ്നർ ഉപയോഗിച്ചിട്ട് അത് മാറ്റാനായിട്ട് സാധിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തെറ്റ് പറ്റുന്നത് സ്വാഭാവികമാണ്. അപ്പൊ എന്താണ് തെറ്റിയത് എന്നുള്ളത് മനസ്സിലാകണം. ആ തെറ്റിയത് കൊണ്ട് അവിടെ നമ്മൾ വീണ്ടും എഴുതി ചേർത്തു എന്നുള്ളത് നമ്മൾ ഇനീഷ്യൽ ചെയ്തുകൊണ്ട് അവിടെ അത് അംഗീകരിക്കണം. അപ്പൊ അത്രയുമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ക്യാഷ് ബുക്കിന്റെ കുറച്ചുകൂടെ കാര്യങ്ങളാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. മുഴുവൻ ഞാൻ വായിക്കുന്നില്ല. ഈ PDF അല്ലെങ്കിൽ PPT നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോ ആ സമയത്ത് ഈ പറഞ്ഞ രീതിയിലുള്ള തെറ്റുകളൊന്നും നിങ്ങൾ വരുത്താതെ നോക്കുക. അപ്പൊ ഇതുപോലെ തന്നെ ക്യാഷ് ബുക്ക് ചില സ്ഥാപനങ്ങളിലൊക്കെ MOസിന് ഭയങ്കര മോശമായിട്ട് പരിപാലിച്ചതായിട്ടുള്ള ഓഡിറ്റ് ഒബ്ജക്ഷൻസ് വന്നിട്ടുള്ളതായിട്ട് കാണണം. നിങ്ങൾ ചില സ്ഥാപനങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ, അതായത് ക്യാഷ് ബുക്കിൽ നിന്നും തുക ബാങ്കിൽ അടക്കുമ്പോഴും അതുപോലെ തന്നെ
ബാങ്കിൽ നിന്ന് പിൻവലിക്കുമ്പോഴും അതിന്റെ അതേ കോളത്തിൽ തന്നെ എഴുതി ക്ലോസിംഗ് ബാലൻസ് രേഖപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഫിസിക്കൽ ക്യാഷ് എത്രയാണ്, നമുക്ക് ചിലപ്പോൾ മാസാവസാനം നമുക്ക് കുറച്ച് ക്യാഷ് നമ്മുടെ കയ്യിലുണ്ടാകും, ബാങ്കിൽ എത്രയുണ്ടാകും. അപ്പൊ ഇതൊക്കെ എണ്ണി തിട്ടപ്പെടുത്തി ഇത്രയാണ് എന്നുള്ള ഒരു സാധൂകരണം നൽകണം. ഒപ്പം തന്നെ ബാങ്ക് റീകൺസിലേഷൻ ചെയ്യണം. അതായത് നമ്മുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പ്രകാരം ആ 30-ാം തീയതി അല്ലെങ്കിൽ 31-ാം തീയതിയുള്ള ബാലൻസും നമ്മുടെ ക്യാഷ് ബുക്കിനകത്ത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സോറി ബാങ്ക് ബാലൻസ് എന്നുള്ള കോളത്തിനകത്തുള്ള ബാലൻസും ഒന്നാണ് എന്നുള്ളത് ചെയ്യണം. നമ്മൾ ഒരേ തുകയാണ് ടാലി ആവുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കണം. അതിനെയാണ് ഈ റീകൺസിലേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ ടെലിഫോൺ ചാർജ്, അതുപോലെ തന്നെയുള്ള കാര്യങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കാര്യം പിന്നീട് ഒരു സ്ലൈഡിലും കൂടെ വരുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ചെയ്തു തരേണ്ടത് HMC അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പഞ്ചായത്താണ്. പക്ഷെ നമുക്കറിയാം ഒരു പഞ്ചായത്തിൽ നിന്നും ഈ ഒരു ഫണ്ട് ചിലപ്പോൾ നേരത്തെ ആണെങ്കിൽ ബി ഫണ്ട് എന്നുള്ള രീതിയിലാണ് അനുവദിക്കുന്നത്, ഇപ്പോഴാണെങ്കിൽ അത് പ്രത്യേക പ്രൊജക്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിസിറ്റി ഒക്കെ അതുപോലെ തന്നെ ടെലിഫോൺ ചാർജ് ആയി കഴിഞ്ഞാലും കൃത്യസമയത്ത് തന്നെ അടക്കണമെന്നും അല്ലെങ്കിൽ അതിന്റെ കണക്ഷൻ കട്ടാകും എന്നുള്ളതും കൊണ്ട് നമ്മൾ ചെയ്യാറുള്ളത് നമ്മൾ HMC ഫണ്ടിൽ നിന്നും അത് എടുത്ത് അടക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് HMCയിൽ നിന്ന് എടുക്കുന്നത് നമ്മളൊരു അഡ്വാൻസ് ആയിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ആ അഡ്വാൻസ് എടുത്തതിന് ശേഷം അതേ തുക നമ്മൾ പിന്നീട് പഞ്ചായത്തിൽ നിന്ന് വാങ്ങിയിട്ട് അത് HMCയിലേക്ക് തിരിച്ചടക്കേണ്ടതാണ്. അപ്പൊ ആ തിരിച്ചടക്കാത്തതിന് ഉള്ള ഓഡിറ്റ് ഒബ്ജക്ഷൻ ആണ് ഇത്. അതുപോലെ തന്നെ ദിവസ വരുമാനം എല്ലാ ദിവസവും ബാങ്കിൽ അടയ്ക്കേണ്ടതാണ് എന്നുള്ളതും കൂടിയുണ്ട്. അപ്പൊ എത്ര ഒക്കെ കയ്യിൽ സൂക്ഷിക്കാം എന്നുള്ളതിന് മറ്റൊരു MOയ്ക്ക് കൊടുത്ത ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ കാണിച്ച് പിന്നീട് പറയാം. പിന്നെ അതുപോലെ തന്നെ വൗച്ചറുകൾക്ക് നമ്പർ രേഖപ്പെടുത്തുന്നതിന്റെ കാര്യമുണ്ട്, അത് പിന്നീട് പറയുന്നുണ്ട്. പിന്നെ വെറുതെ ഒരു എമൗണ്ട് എഴുതി വെച്ചാൽ മാത്രം പോരാ ക്യാഷ് ബുക്കിനകത്ത്. അത് എന്തിനാണ്, അതായത് OP ടിക്കറ്റ് രജിസ്റ്റർ വാങ്ങിച്ചു, അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും റിപ്പയറിങ്ങിന് വേണ്ടി ഉപയോഗിച്ചു. അപ്പൊ കൃത്യമായിട്ടുള്ള വിവരം ക്യാഷ് ബുക്കിനകത്തും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ നോക്കുമ്പോൾ തന്നെ എന്തിനാണ് വെറുതെ ഒരു ചെക്ക് നമ്പറോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങളോ മാത്രം എഴുതിയാൽ പോരാ, എന്തിനാണ് എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു വിവരണം കൂടി ക്യാഷ് ബുക്കിനകത്ത് എഴുതിയിട്ടുണ്ടാവണം. പിന്നെ ക്യാഷ് ബുക്ക് എങ്ങനെ നന്നായി പരിപാലിക്കാം എന്നുള്ളതിന് ഒരു MOയ്ക്ക് കൊടുത്തതാണ്. അതായത് ട്രഷറിയിൽ നടക്കാൻ മാറ്റിക്കിടക്കുന്ന എല്ലാ ബില്ലുകളും ക്യാഷ് ബുക്കിനകത്ത് വരവ് വയ്ക്കണം. FWന്റെ കുറെ ഇടപാടുകൾ വരും, അതും ജനറൽ ക്യാഷ് ബുക്കിനകത്തേക്ക് കൊണ്ടുവരണം. പിന്നെ ചുരുക്കപ്പ് ചാർത്തണം എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ ആ രീതിയിലുള്ള സാക്ഷ്യപത്രം മാസാവസാനം എന്തായാലും സാക്ഷ്യപത്രം എഴുതണം. കാരണം ഫിസിക്കലി ക്യാഷ് അവസാനം കയ്യിലില്ല എങ്കിലും സാക്ഷ്യപത്രം ഓരോ മാസവും എഴുതണം എന്നുള്ളതാണ്. പിന്നെ ഇത് നേരത്തെ പറഞ്ഞതാണ്, അതായത് ഞാൻ പറഞ്ഞു നമുക്ക് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വാട്ടർ, ഗ്യാസ്, ടെലിഫോൺ ഇവയൊക്കെ നമ്മൾ HMC എടുക്കുമ്പോൾ അത് അഡ്വാൻസ് എന്നുള്ള രീതിയിലാണ് എടുക്കേണ്ടത്. അതായത് അത് ചെലവാക്കുക അല്ലെങ്കിൽ അത് അടയ്ക്കുക എന്നുള്ള ഉത്തരവാദിത്തം LHDD ആണ്. അപ്പൊ നമ്മൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് കൃത്യസമയത്ത് അടച്ചില്ലെങ്കിൽ കണക്ഷൻ കട്ടാവും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളത് നമ്മുടെ കയ്യിലുള്ള HMCയിൽ നടക്കുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യമാണ്, അതുകൊണ്ട് തന്നെ അത് പഞ്ചായത്തിൽ നിന്ന് കിട്ടുമ്പോൾ തിരിച്ച് HMCയിൽ അടക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് OP ടിക്കറ്റ് അല്ലെങ്കിൽ ലാബ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഒരുപാട് പൈസ ഓരോ ദിവസം കൂടി ചിലപ്പോൾ 1000 രൂപയോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ കിട്ടുന്ന സമയങ്ങളുണ്ടാകും. അപ്പോൾ ഇന്ന് 1000 രൂപ കിട്ടി, അപ്പോഴാണ് പെട്ടെന്ന് OA വന്നിട്ട് പറയുന്നത്, സാർ ഇന്ന് നമ്മുടെ ഇലക്ട്രിസിറ്റി അടക്കാനുള്ള അവസാനത്തെ ഡേറ്റ് ആണ്, അപ്പോൾ ഒരു 600 രൂപ അടക്കാനുണ്ട്, അല്ലെങ്കിൽ ഫോൺ ബില്ല് അടക്കാനുണ്ട്, ഒരു 600 രൂപ അടക്കാനുണ്ട്. അങ്ങനെയാകുമ്പോൾ ഈ കിട്ടിയ ഇന്നത്തെ വരവ് എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടിയ 1000 രൂപയിൽ നിന്നും എടുത്തിട്ട് 600 രൂപ എടുത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ ഒരിക്കലും ടെലിഫോൺ ബില്ലോ അല്ലെങ്കിൽ കറണ്ട് ബില്ലോ അടക്കാനായിട്ട് പാടുള്ളതല്ല. നമുക്ക് എന്താണോ വരവ് കിട്ടിയത് അത് കൃത്യമായിട്ട് ബാങ്കിലാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. പിന്നീട് നമുക്ക് ബാങ്കിൽ നിന്നും ചെക്ക് മുഖേനയോ അല്ലാതെയോ നമുക്ക് ആ ചെലവഴിക്കൽ നടത്തുന്നത് ചെക്ക് മുഖേനയോ അല്ലെങ്കിൽ അല്ലാത്ത രീതിയിലോ മാത്രമേ പാടുള്ളൂ. അതായത് നമുക്ക് നേരിട്ട് കിട്ടുന്ന പൈസ എടുത്ത് നമ്മൾ ചെലവഴിച്ചിട്ട് ബാക്കി ഇന്നിപ്പം 600 രൂപ 1000 രൂപ നമുക്ക് ലാബും HMC OP ടിക്കറ്റും കൂടെ കിട്ടി, 600 രൂപ നമ്മൾ ഇന്ന് ടെലിഫോൺ ബില്ല് അടച്ചു, 400 രൂപ കൊണ്ടുപോയിട്ട് ബാങ്കിൽ അടയ്ക്കാൻ പാടുള്ളതല്ല. അങ്ങനെ ഒരു ക്രയവിക്രയം ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല. നേരെ മറിച്ച് നമുക്ക് കിട്ടുന്ന റെസീറ്റ് ആയിട്ടുള്ള എമൗണ്ട് എല്ലാം നമ്മൾ HMCയിൽ അടക്കണം. നമ്മുടെ ചെലവുകൾ HMC ബാങ്ക് അക്കൗണ്ടിൽ നേരിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോ അതുപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ നേരത്തെ പറഞ്ഞു, ഇത് അഡ്വാൻസ് ആയിട്ടാണ് നമ്മൾ HMCയിൽ നിന്ന് തുക എടുക്കുന്നത് പറഞ്ഞു. അപ്പൊ അത് HMC അഡ്വാൻസ് രജിസ്റ്റർ അതിനകത്ത് നമ്മൾ ചേർക്കുകയും കൂടെ ചെയ്യേണ്ടതാണ്. പിന്നെ ഇതിനകത്ത് ഏറ്റവും അവസാനം കാണിച്ചിട്ടുള്ള ഒരു കാര്യം അതും ഇമ്പോർട്ടന്റ് ആണ്. അതായത് 2021 മാർച്ച് മാസത്തിന് ശേഷം ഈ ഇപ്രകാരം നമ്മുടെ ഇലക്ട്രിസിറ്റി, ടെലിഫോൺ ചാർജ്, ഇമേജിന്റെ ചാർജ് ഇവയൊക്കെ അടച്ചതിന് HMCയിൽ നിന്നും ഫണ്ടിൽ നിന്നും എടുത്തു, പക്ഷെ അതൊന്നും തിരിച്ചടച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ
അത് ബന്ധപ്പെട്ടവരുടെ ബാധ്യതയായിട്ട് കണക്കാക്കും എന്നുള്ളതാണ്. അതായത് നമ്മളത് അറ്റ്ലീസ്റ്റ് നമ്മളത് LHD നമ്മുടെ കത്തെഴുതി ചോദിക്കുകയും ചെയ്യണം. പലപ്പോഴും ഇത് കിട്ടാൻ ഇപ്പോൾ വലിയ താമസമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്, പ്രൊജക്ട് തന്നെ ഉള്ളത് കൊണ്ട്. അപ്പൊ അത്തരത്തിൽ നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ അത് നമ്മൾക്ക് ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ ആയിട്ട് തന്നെ വരാം. അപ്പൊ അതങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കുന്നത്. പിന്നെ നമുക്ക് ഇത്രയുമാണ് നമ്മൾ ഒരു ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട രജിസ്ട്രേഷന്റെ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ നമ്മളെ ഓഡിറ്റിന്റെ ഫയലുകൾ, നേരത്തെ പറഞ്ഞ നമ്മൾ ചെയ്യേണ്ടത് ഓഡിറ്റ് ഫയലുകൾ പരിശോധിക്കുക എന്നുള്ളതാണ്. ഓഡിറ്റ് ഫയലുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓഡിറ്റ് ഒബ്ജക്ഷൻ വരുന്ന ഒന്നാണ് ജീവനക്കാരുടെ സർവീസ് ബുക്ക് എന്നുള്ളത്. സർവീസ് ബുക്ക് പരിപാലിക്കുക എന്നുള്ളത് അത്ര കോംപ്ലിക്കേറ്റഡ് സംഭവമല്ല. പക്ഷെ എങ്കിലും നമ്മൾ അല്ല പലപ്പോഴും അത് എഴുതാറുള്ളത് എന്നും, അതുപോലെ തന്നെ നമ്മുടെ സർവീസ് ബുക്ക് നമ്മുടെ കയ്യിലല്ല, AGയുടെ കയ്യിലാണ് എന്നുള്ളത് കൊണ്ടും നമ്മൾ ആ ഭാഗത്തെ പറ്റി പലപ്പോഴും ഇഗ്നറന്റ് ആണ്. അപ്പൊ എങ്ങനെയാണ് സർവീസ് ബുക്ക് പാലിക്കുക എന്നുള്ളതിനകത്ത് പറയുന്നത് നമ്മുടെ KGMയുടെ സൈറ്റിനകത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ സർവീസ് ബുക്ക് എന്നുള്ള ഫോൾഡറിൽ കയറി കഴിഞ്ഞാൽ നമ്മൾക്ക് എങ്ങനെയാണ് ഒരു സർവീസ് ബുക്ക് കൃത്യമായിട്ട് നല്ല രീതിയിൽ പരിപാലിക്കുക എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സർവീസ് ബുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ വരുന്ന ഓഡിറ്റ് ഒബ്ജക്ഷൻ, ഇത് MOയ്ക്ക് കിട്ടിയ ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ ആണ്. അതായത് നമ്മുടെ സ്റ്റാഫ് നമുക്ക് ലീവ് സറണ്ടർ ഇപ്പം നിർത്തിവെച്ചിരിക്കുകയാണെങ്കിലും നേരത്തെ നമുക്ക് ലീവ് സറണ്ടർ കിട്ടിക്കൊണ്ടിരുന്ന സമയത്ത് പലപ്പോഴും സ്റ്റാഫ് നമുക്ക് ലീവ് സറണ്ടറിന്റെ ആപ്ലിക്കേഷൻ തരും. അപ്പോ അത് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ ആ കിട്ടുന്ന പീരീഡിൽ അവർക്ക് എത്രയാണോ ആർജിത അവധി, അതായത് അവർക്ക് ഏൺ ലീവ് എത്രയുണ്ട് എന്ന് നോക്കിയിട്ട് അതിനകത്ത് നിന്നും കുറവ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ആ രീതിയിൽ ഈ ഏൺ ലീവ് നമ്മൾ കണക്ക് കൂട്ടുന്നത് ടുവേഴ്സ് ദി എൻഡ് ഓഫ് ഈ സർവീസ് ബുക്ക് ആണ്. ആ ഒരു പേജിനകത്ത് ഏൺ ലീവ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ലീവ് ഒക്കെ നമ്മൾ കണക്കൂട്ടി വെച്ചിട്ടുണ്ടാവണം. അപ്പൊ അതിനകത്തൊന്നും പലപ്പോഴും സംഭവിക്കാറില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സർവീസ് ആയ ജീവനക്കാർക്കാണെങ്കിൽ ഏതെങ്കിലും ഒരു കാലയളവിൽ ഈ ഒരു ഏൺ ലീവ് കൗണ്ട് ചെയ്യുന്ന അവിടെ നിർത്തും. അപ്പോൾ പിന്നീട് അത് കൗണ്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും പിന്നെ അതുപോലെ തന്നെ പിന്നീട് ഏൺ ലീവ് സറണ്ടർ ചെയ്യുമ്പോഴുള്ള അത് കുറയ്ക്കേണ്ട ബുദ്ധിമുട്ടൊക്കെ ആലോചിച്ചിട്ട് പലപ്പോഴും ആ ഭാഗം ചെയ്യാണ്ട് ഓരോ വർഷവും അവർക്ക് 30 ഏൺ ലീവ് ആണ് പരമാവധി സറണ്ടർ ചെയ്യാൻ പറ്റുന്നത്. ആ 30 ഏൺ ലീവ് അങ്ങ് സറണ്ടർ ചെയ്ത് കൊടുക്കും. അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് ചിലപ്പോ പിന്നീട് ലീവ് എടുക്കേണ്ടേക്ക് വരുമ്പോൾ എത്രയാണ് ലീവ് അക്കൗണ്ടിനകത്ത് ഏൺ ലീവ് ഉള്ളത് എന്നൊക്കെ കണക്കൂട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. ഒരു കാരണവശാലും എത്രയാണ് ഏൺ ലീവ് എന്നുള്ളത് നോക്കാതെ ലീവ് സറണ്ടർ നമ്മൾ ചെയ്ത് കൊടുക്കാൻ പാടില്ല. മറ്റൊന്ന്, ഇത് ചെറിയ ചെറിയ ഓഡിറ്റ് ഒബ്ജക്ഷൻസ് ആണ് സർവീസ് ബുക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതായത് അതിന്റെ പേജ് നമ്പറിൽ കുടുംബ വിവരങ്ങൾ ചേർക്കേണ്ടതുണ്ട്, അത് പൂരിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ, അതായത് ഏത് ആൾക്കാരെ ആണെങ്കിലും ജനന തീയതി സ്കൂൾ രേഖയുമായിട്ട് ഒത്തുനോക്കിയിട്ട് അത് സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ട്. അത് ആ സമയത്തെ സ്ഥാപന മേധാവിയാണ് ചെയ്യേണ്ടത്. അപ്പൊ തന്നെ അതിന്റെ സർവീസ് ബുക്കിനകത്ത് GPF, SLI, GAS അവയുടെ നോമിനേഷൻ വിവരങ്ങൾ പൂരിപ്പിക്കേണ്ടതുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് സാക്ഷ്യപ്പെടുത്താത്തതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നേരത്തെ പറഞ്ഞു, നമ്മൾ ഓരോ ഏൺ ലീവും ഓരോ സേവന വർഷത്തിന് ശേഷവും നമുക്ക് എത്രയാണോ ലഭിക്കേണ്ടത് അത് നമ്മൾ കൃത്യമായിട്ട് കണക്ക് കൂട്ടിയിട്ടുണ്ടായിരിക്കണം. അങ്ങനെ സർവീസ് ബുക്കുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് MOസിന്, മെഡിക്കൽ ഓഫീസേഴ്സിന് വന്ന ഓഡിറ്റ് ഒബ്ജക്ഷൻസ് അവർ അയച്ചു തന്നതാണ്. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണഗതിയിൽ ഓഡിറ്റ് ഒബ്ജക്ഷൻ ഒരു സർവീസ് ബുക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ ഓഡിറ്റ് ഒബ്ജക്ഷൻസ് ആണ് ഒരു മെഡിക്കൽ ഓഫീസർക്ക് വരിക എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഓഡിറ്റ് ഒബ്ജക്ഷൻസ് ആണ്. ഇതൊന്നും ഞാൻ മുഴുവനായിട്ടും പറയുന്നില്ല. ഇതൊക്കെ നിങ്ങൾക്ക് ഈ PDF കിട്ടുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. അപ്പം തന്നെ നമ്മുടെ KGMയുടെ സൈറ്റിനകത്ത് എങ്ങനെയാണ് ഒരു സർവീസ് ബുക്ക് കൃത്യമായിട്ട് പരിപാലിക്കുക എന്നുള്ളത് പറയുന്നത് കൊണ്ട് അതിന്റെ കാര്യങ്ങളിലേക്ക് ഞാൻ കൂടുതലായിട്ട് പോകുന്നില്ല. അപ്പോ വേറൊരു കാര്യം, ഈ അടുത്ത് സംഭവിച്ചൊരു ഇൻസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ സ്ഥാപനത്തിലെ സർവീസ് ബുക്ക് ഉള്ള ജീവനക്കാരിൽ എത്ര പേരുടെ പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞിട്ട് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാത്ത എത്ര ജീവനക്കാരുണ്ട് എന്ന് നോക്കണം. അത് നോക്കിയിട്ട് ഒന്ന് DMOയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഡോക്ടേഴ്സിന്റെ കാര്യമല്ല, കാരണം ഡോക്ടേഴ്സിന്റെ സർവീസ് ബുക്ക് AGയുടെ കയ്യിലാണ്. അപ്പൊ ഇത് പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അടുത്ത് സംഭവിച്ചൊരു ഇൻസിഡന്റ് ആണ്. ഒരു ക്ലർക്ക് 10 വർഷമായിട്ട് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഈ 10ാം വർഷം അവരൊരു സാമ്പത്തിക ക്രമക്കേട് കാണിച്ചു. സ്വാഭാവികമായിട്ടും ഒരു സാമ്പത്തിക ക്രമക്കേട് കാണിച്ചു കഴിഞ്ഞാൽ അത് കുറ്റക്കാരനോ കുറ്റക്കാരിയോ ആണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അവർ പ്രൊബേഷൻ ഡിക്ലെയർഡ് അല്ലാത്ത കണക്കിൽപ്പെടുത്തി അവരെ വകുപ്പിൽ നിന്ന് നമുക്ക് സർവീസിൽ നിന്ന് നമുക്ക് പുറത്താകാം. പക്ഷെ അങ്ങനെ നോട്ടീസ് കൊടുത്തപ്പോൾ അവരുടെ വക്കീൽ പറഞ്ഞു കൊടുത്തൊരു ബുദ്ധിയാണ്, അതായത് എന്റെ പ്രൊബേഷൻ സമയത്ത് ഡിക്ലെയർ ചെയ്യാത്ത കാര്യം വകുപ്പിന്റെ
ഇതിലേക്ക് റിപ്പോർട്ട് ചെയ്യാതിരുന്നത് എന്റെ നേരത്തെയുള്ള സ്ഥാപന മേധാവിയാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കണം എന്നുള്ളതാണ്. അത് സാങ്കേതികപരമായിട്ട് നോക്കുമ്പോൾ അതൊന്നും ശരിയാണ് എന്ന് പറയേണ്ടി വരും. അവർക്കെതിരെയും എന്തെങ്കിലും നടപടി എടുക്കേണ്ടി വരും. പക്ഷെ ഇത് ആ രീതിയിലേക്ക് പോയിട്ടില്ല. എന്തായി കഴിഞ്ഞാലും നമ്മളെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യേണ്ട പീരീഡ് കഴിഞ്ഞിട്ടും പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നില്ല എങ്കിൽ അവര് ആ ഒരു കാര്യം നമ്മൾ നിർബന്ധമായിട്ടും നമ്മുടെ DMOയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന രീതിയിൽ ഒരു കത്ത് എഴുതേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ദൈനംദിനം എന്ന രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒന്നാണ് അറ്റൻഡൻസ് രജിസ്റ്റർ എന്നുള്ളത്. അപ്പൊ അറ്റൻഡൻസ് രജിസ്റ്ററിനകത്ത് ജീവനക്കാരുടെ തസ്തിക, അതുപോലെ തന്നെ ആ സ്ഥാപനത്തിൽ എത്രയൊക്കെ ജീവനക്കാരുണ്ടോ അതിനകത്ത് ആൾക്കാരില്ലെങ്കിൽ പോലും ആ ഒരു തസ്തിക അവിടെ അറ്റൻഡൻസ് രജിസ്റ്ററിനകത്ത് എഴുതണം. അറ്റൻഡൻസ് രജിസ്റ്റർ പാലിക്കേണ്ടതും നമ്മുടെ KGMയുടെ സൈറ്റിനകത്തുണ്ട്. അതുകൊണ്ടും അതിന്റെ കാര്യത്തിനകത്തേക്ക് ഞാൻ കൂടുതലായിട്ട് പോകുന്നില്ല. അവിടെ നമ്മളെ MO നോക്കേണ്ട രണ്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ സ്ഥാപനത്തിലുള്ള എല്ലാ തസ്തികയും ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെ തസ്തിക ഉണ്ടെന്ന് അറിയാൻ നമ്മൾ കേഡർ രജിസ്റ്റർ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കുള്ളൂ. അപ്പൊ ഇത് രണ്ടും ഒരു പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു തസ്തിക ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ പോലും ആ തസ്തികയുടെ പേര് അറ്റൻഡൻസ് രജിസ്റ്ററിനകത്ത് ഉണ്ടായിരിക്കണം. പിന്നെ പെൻ നമ്പർ അതിനകത്ത് എഴുതിയിരിക്കണം. MO ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം എല്ലാ ദിവസവും എന്നോണം, അതായത് അവധി ദിവസങ്ങൾ ഒഴികെ എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞ അറ്റൻഡൻസിന്റെ ഏറ്റവും താഴത്തെ കോളത്തിൽ MO ഒരു ഇനീഷ്യൽ ചേർക്കണം. അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അന്നത്തെ ദിവസത്തെ കോളങ്ങൾ MO പരിശോധിച്ച് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ കോളങ്ങൾ പരിശോധിക്കും കൂടെ വേണം. ഇപ്പൊ ഇതിനകത്ത് കാണാം ഫീൽഡ് വിഭാഗം ജീവനക്കാരുടെ കോളങ്ങൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അവരുടെ സബ് സെന്ററിൽ പോയിട്ട് അവിടെ അറ്റൻഡൻസ് രജിസ്റ്റർ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ അത് FWC എന്നോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ T എന്നുള്ള രീതിയിലോ ടൂർ ആയിട്ടോ നമ്മൾ അവിടെ കാണിച്ചിട്ടുണ്ടാവണം. അപ്പോൾ അല്ലാതെ ഇത് ഒഴിഞ്ഞു കിടക്കുന്ന ഒരു രീതിയിലേക്ക് പോകാനായിട്ട് പാടുള്ളതല്ല, ബ്ലാങ്ക് ആയിട്ട് വിടാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ മറ്റൊരു MOയ്ക്ക് വന്ന ഓഡിറ്റ് ഒബ്ജക്ഷൻസ് ആണ്. ആദ്യ പട്ടികയിൽ പലതരങ്ങളായിട്ട് വെട്ടലും തിരുത്തലും കാണുന്നു, വായിക്കാനുള്ള ഉപയോഗം കാണുന്നു. അപ്പോൾ അതൊന്നും പാടില്ല എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. പിന്നെ ഏതൊക്കെ അവർ ലീവ് എടുക്കുമ്പോൾ ലീവ് എന്തൊക്കെയാണ് എന്നുള്ളത് ചേർക്കുന്നില്ല. പിന്നെ ഇതൊക്കെ ഒരു ഗ്രോസ് മിസ്റ്റേക്ക് ആണ്. ഫെബ്രുവരി, അത് അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട്, ഫെബ്രുവരി മാസത്തിൽ ഇല്ലാത്ത ദിനത്തിലൊക്കെ ഹാജർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോ പിന്നെ ചില ജീവനക്കാർ ഹാജർ പുസ്തകത്തിൽ ഹാജർ രേഖപ്പെടുത്തിയിട്ടേ ഇല്ല. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ, നേരത്തെ പറഞ്ഞ രീതിയിൽ ഓരോ ദിവസവും ഈ പറഞ്ഞ താഴെ ചുരുക്കപ്പ് ചേർക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ചിലപ്പോൾ 1-2 ദിവസമൊക്കെ വിട്ടു. പക്ഷെ ഈ രീതിയിൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ പലപ്പോഴും ഈ രീതിയിൽ അറ്റൻഡൻസ് രജിസ്റ്റർ വളരെ ക്രമരഹിതമായിട്ട് സൂക്ഷിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് വരുന്നത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. പിന്നെ ജീവനക്കാരുടെ കാര്യത്തിനകത്ത് അവധി അനുവദിക്കുമ്പോൾ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, അത് കാഷ്വൽ ലീവ് ആണെങ്കിലും ഒരു കോമ്പൻസേറ്ററി ഹോളിഡേ ആണെങ്കിലും ഒരു അവധി അപേക്ഷ അവരോട് എഴുതി തരാനായിട്ട് പറയണം. അപ്പൊ ആ അവധി അപേക്ഷ എഴുതിയിട്ട് അതിനകത്ത് താഴെ MO ഇനീഷ്യൽ ചെയ്യണം. ചിലപ്പോൾ അവർക്ക് അന്ന് തന്നെ, അല്ലെങ്കിൽ ചിലപ്പോൾ കാഷ്വൽ ലീവ് നമുക്കറിയാം ആകസ്മിക അവധിയാണ്, അന്നത്തെ ദിവസം തന്നെ അവർക്ക് ചിലപ്പോൾ ഇതെത്തിക്കാൻ പറ്റില്ല. പക്ഷെ പിറ്റേ ദിവസം ആണ് എങ്കിൽ പോലും ഒരു അവധി അപേക്ഷ സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കണം. കാരണം ഇതൊക്കെ പിന്നീട് എന്തെങ്കിലും എൻക്വയറി വരുമ്പോൾ ഇതൊക്കെ നോക്കുന്ന കാര്യമാണ് എന്നുള്ളതുകൊണ്ട്. അപ്പോൾ അത് വേറെ തന്നെ. ഈ അവധിയപേക്ഷകളുടെ കാര്യത്തിനകത്ത് പലപ്പോഴും ഈ അപേക്ഷ തരും. ആ അപേക്ഷകൾ MOയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആൾക്കാരോ, MO ആണെന്നില്ല, ചിലപ്പോൾ അവരുടെ സുപ്പീരിയർ ആയിട്ടുള്ള ഓഫീസർ അത് നോക്കാതെ തന്നെ വെറുതെ അറ്റൻഡൻസ് രജിസ്റ്റർ കൊണ്ടുവച്ചിട്ടുണ്ടാകും. അത് ഒഴിച്ചെടുത്ത് കണ്ടു കഴിഞ്ഞാൽ ഈ രീതിയിൽ ഉള്ള ഒന്നാമത്തെ ഒരു പരാമർശം അവിടെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ മെഡിക്കൽ ഓഫീസർ ചുരുക്കപ്പ് രേഖപ്പെടുത്തണം എന്നുള്ളതാണ്. പിന്നെ വെട്ടലും തിരുത്തലും പരമാവധി ഒഴിവാക്കണം. പിന്നെ അവധികളുടെ സമയത്ത് ചുവന്ന മഷിയിൽ എഴുതണമെന്ന് ഇവിടെയാണ് ഞാൻ പറഞ്ഞു കണ്ടത്, വേറെയെങ്കിലും പറഞ്ഞു കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അവധികൾ പരമാവധി ചുവന്ന മഷിയിൽ എഴുതുന്നത് നല്ലതായിരിക്കും. പിന്നെ ജീവനക്കാരുടെ പെൻ നമ്പർ എഴുതി ചേർക്കണം എന്നുള്ളത് ഈ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ പെൻ നമ്പർ കൃത്യമായിട്ട് എഴുതി ചേർക്കുക. അതുപോലെ തന്നെ ആരെങ്കിലും നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് വർക്കിംഗ് അറേഞ്ച്മെന്റിൽ മറ്റൊരു സ്ഥാപനത്തിലേക്ക് പോയിട്ടുണ്ട് എങ്കിൽ കൃത്യമായിട്ട് അവരുടെ അറ്റൻഡൻസ് നമ്മൾ കളക്ട് ചെയ്യണം. ആ സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് അറ്റൻഡൻസ് ഇമെയിൽ വഴി എത്തിച്ച് തന്നാൽ മാത്രമേ നമ്മൾ അവരുടെ സാലറി പ്രോസസ് ചെയ്യേണ്ടതുള്ളൂ എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു കാര്യം. അല്ലെങ്കിൽ നമുക്ക് അവിടെ സാലറി പ്രോസസ് ചെയ്യാതെ വെക്കാം. പിന്നെ ലീവ് ഒരുമിച്ച് എടുക്കുന്നതിന്റെയാണ് എപ്പോഴും ഒരു ചോദ്യം വരാറുള്ളത്. അതിനെപ്പറ്റി ഇവിടെ കൂടുതൽ വിശദീകരിക്കുന്നില്ല, അത് നമ്മുടെ KGMയുടെ സൈറ്റിനകത്തുണ്ട്. അപ്പോൾ ഒരു ഓഡിറ്റ് ഉദ്ദേശം വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്ക്ലി ഓഫ് HP, CL ഇതൊക്കെ ഒരുമിച്ച് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ളതുകൊണ്ട് അത് ഓഡിറ്റ് ഒബ്ജക്ഷൻ ആവുകയും അത് മറ്റൊരു ലീവായിട്ട് മാറ്റാനായിട്ട് ഓഡിറ്റ് ഒബ്ജക്ഷൻ വരികയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ ലീവ് ഒരുമിച്ച് എടുക്കാമെന്നുള്ള ചോദ്യം വരും. അതിനകത്ത് മറുപടി പറയുന്നില്ല, നമ്മുടെ സൈറ്റിനകത്തുണ്ട്. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാഫിന്റെ ടൂറാണ്. സ്റ്റാഫിന്റെ ടൂർ എന്നുള്ള ആ ടൂർ ഡയറി അല്ലെങ്കിൽ ടൂർ നമുക്ക് തന്നു കഴിഞ്ഞാൽ
പലപ്പോഴും സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻസ് ടൂർ അവർ തരും. ഓക്കെ ഫൈൻ, അത് കുഴപ്പമില്ല. അഡ്വാൻസ് ടൂർ തന്നതിന് ശേഷം അവരുടെ ആ മാസാന്ത്യ ടൂർ നമുക്ക് തന്നു കഴിഞ്ഞാൽ മാത്രമേ, ഫീൽഡ് സ്റ്റാഫിന്റെ കാര്യത്തിലാണ് പറയുന്നത്, അത് തന്നു കഴിഞ്ഞാൽ മാത്രമേ അവരുടെ സാലറി പാസ്സാക്കേണ്ടതുള്ളൂ എന്നാണ്. പക്ഷെ നമുക്കറിയാം പലപ്പോഴും നമ്മൾ എല്ലാവരുടെയും സാലറി അങ്ങ് പാസ്സാക്കുന്ന കൂട്ടത്തിൽ അതും അങ്ങ് പാസ്സാക്കുകയാണ് ചെയ്യുക. പക്ഷെ ശരിക്കും അതിന്റെ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഒരു പെർമനന്റ് കൺവെയൻസ് അലവൻസ് PCA വാങ്ങുന്നവരാണ്. അവരുടെ ടൂർ നമുക്ക് തന്ന് സ്ഥാനത്ത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, ഓഫീസിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അവരുടെ സാലറി പാസ്സാക്കി കൊടുക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഈ മാസാന്ത്യ ടൂർ നൽകുമ്പോൾ പലപ്പോഴും ഇതും അറ്റൻഡൻസും തമ്മിൽ ഒരു പൊരുത്തമില്ലായ്മ വരാൻ സാധ്യതയുണ്ട്. അതായത് ഇതിനകത്തൊരു CL ആയിരിക്കും ചിലപ്പോൾ ടൂറിനകത്ത് ഉണ്ടാവുക, പക്ഷേങ്കിൽ അതേസമയം തന്നെ ചിലപ്പോൾ അറ്റൻഡൻസിനകത്ത് അത് ഒപ്പുവെച്ചിട്ടുണ്ടാകും. അപ്പോ അത് ഇവരുടെ ഉത്തരവാദിത്തമാണ് കൃത്യമായിട്ട് കാരണം പലപ്പോഴും സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കുന്ന അഡ്വാൻസ് ടൂർ പോലെ തന്നെ അതിന്റെ ഒരു കോപ്പി തന്നെ എടുത്തിട്ട് ടൂറായിട്ട്, മാസാന്ത്യ ടൂറായിട്ട് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ആയിരിക്കാം. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ കൃത്യമായിട്ട് എന്താണോ ഒരു മാസം ചെയ്തത്, അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ടൂറിനകത്ത് എഴുതേണ്ടത്. അങ്ങനെ എല്ലാത്തിനും വന്ന ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ ആണ് ഇത്. അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും അവരാണ് മറുപടി പറയേണ്ടത്. പക്ഷെ മേൽനോട്ട ചുമതല എന്നുള്ളത് മെഡിക്കൽ ഓഫീസർക്കും ഉണ്ട്. പിന്നെയുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ TR5 ഈ TR5ലേക്ക് പോയി. എന്നിരുന്നു കഴിഞ്ഞാൽ നേരത്തെ ഉള്ള TR5 ഉണ്ടെങ്കിൽ ഈ രീതിയിൽ ചില ഓഡിറ്റ് ഒബ്ജക്ഷൻസ് വരാൻ സാധിക്കും. അതായത് സ്റ്റോക്ക് രജിസ്റ്റർ സൂക്ഷിക്കണം. പിന്നെ നമുക്ക് TR5നകത്ത് നിന്ന് വരുന്ന കളക്ഷൻ, ആ കളക്ഷൻ എന്തായി കഴിഞ്ഞാൽ നമ്മൾ ക്യാഷ് ബുക്കിനകത്തും കൂടെ ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആ സമയത്തായിരുന്നെങ്കിൽ, നേരത്തെ ആയിരുന്നെങ്കിൽ അത് ട്രഷറിയിലേക്ക് നേരിട്ട് അടക്കുന്ന ആ ഒരു രീതിയായിരുന്നു. അപ്പോ പിന്നെ ഇപ്പോഴും അത് തന്നെയാണ്. പിന്നെ ഈ TR5ന്റെ ഇതിനകത്ത് രസീതി നമ്പർ ചേർക്കണം എന്നുള്ളതാണ് ക്യാഷ് ബുക്കിനകത്ത് ചേർക്കുമ്പോൾ. അപ്പോ പഴയ പിന്നെ റെസീപ്റ്റ് ബുക്ക് ആണെങ്കിൽ ക്യാൻസൽ ചെയ്യണം. അപ്പോ അതൊക്കെയാണ് നമ്മൾ TR5ന്റെ കാര്യത്തിനകത്ത് ചെയ്യാനുള്ളത്. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ IT ഇൻകം ടാക്സിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇൻകം ടാക്സിന്റെ സ്റ്റേറ്റ്മെന്റും ഇപ്പോ ഓഡിറ്റേഴ്സ് പരിശോധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആരൊക്കെയാണോ ഇൻകം ടാക്സിന്റെ സ്ലാബിനകത്ത് താഴെ വരുന്നത്, 2.5 ലാക്സിന്റെ മുകളിൽ ഒരു ആനുവൽ ഇൻകം കിട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ എടുത്ത് വെച്ചിരിക്കണം. അത് ആന്റിസിപ്പേറ്ററി വെച്ചിരിക്കണം. പിന്നെ നവംബർ മാസത്തിൽ സാലറി പ്രൊസൈൻ സമയത്ത് നമ്മൾ വീണ്ടും സ്റ്റേറ്റ്മെന്റ് എടുത്തിരിക്കണം. പിന്നെ ഫെബ്രുവരി മാസത്തിലും സ്റ്റേറ്റ്മെന്റ് എടുത്തിരിക്കണം. അപ്പൊ അത് പ്രകാരം അവര് ഈ രീതിയിൽ ഹൗസ് ലോണിന്റെ അതിനൊക്കെ ക്ലെയിം ചെയ്യുന്നുണ്ടാകും. അപ്പൊ ട്യൂഷൻ ഫീസ് ക്ലെയിം ചെയ്യുന്നുണ്ടാകും. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ പലപ്പോഴും ഈ ഒരു ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെന്റ് മാത്രമേ വാങ്ങിച്ചു വെക്കാറുള്ളൂ. അത് മാത്രമല്ല അതിന്റെ സർട്ടിഫിക്കറ്റ്, അതിന്റെ കോപ്പി കൂടി എന്താണോ ക്ലെയിം ചെയ്യുന്നത്, ഹൗസിംഗ് ലോൺ ആണ് ക്ലെയിം ചെയ്യുന്നതെങ്കിൽ അതുപോലെ തന്നെ അത് ആ വ്യക്തി ആണ് ക്ലെയിം ചെയ്യുന്നതെങ്കിൽ അവരുടെ ഓണർഷിപ്പിലായിരിക്കണം ആ വീട്, മീൻസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണോ അവർ ക്ലെയിം ചെയ്യുന്നത് അതിന്റെയൊക്കെ പ്രൂഫ് വെക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. അത് നോക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഇത്രയുമാണ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പറയാനുള്ളത്. ഓഫീസിന്റെ കാര്യങ്ങൾ ഇവിടെ നിർത്തുകയാണ്. അപ്പൊ ഓഫീസിന്റെ കാര്യത്തിനകത്ത് പറയാനുള്ളത് നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. നമ്മുടെ ക്ലർക്ക് കൃത്യമായിട്ട് ചെയ്യുന്നില്ല എന്ന് കരുതി അതിന്റെ പിറകെ നമ്മൾ പോകാൻ പാടില്ല. അതായത് ഇതിനകത്ത് കാണുക, മെഡിക്കൽ ഓഫീസർ അടക്കം ആൾക്കാർ ഫെബ്രുവരി മാസം 31-ാം തീയതി അടക്കം ഒപ്പിട്ടിട്ടുണ്ട്. അത് എങ്ങനെയാണ് സാധ്യമാകുക എന്നുള്ളത് ഒരു തരത്തിലും നമുക്ക് വിശദീകരിക്കാൻ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല. അപ്പോ ആ രീതിയിൽ എല്ലാ സ്റ്റാഫും ഒരുപോലെ പാളിച്ച പറ്റുന്ന രീതിയിലേക്ക് പോകാനായിട്ട് ഒരിക്കലും പാടില്ല. അപ്പൊ ഇതൊക്കെ ആ ഓഫീസിൽ നമ്മൾ നേരത്തെ നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നോക്കേണ്ടി വരുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ, മുഴുവൻ കാര്യങ്ങൾ നോക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പൊ അത്രയും കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞ് നമുക്ക് നല്ല രീതിയിൽ ഓഫീസ് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. മറ്റൊരു ഇത് നടക്കുന്നത് നമ്മൾ സാലറി പ്രൊസസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. സാലറി പ്രൊസസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഫീൽഡ് സ്റ്റാഫിന് ലീവ് എടുക്കുന്ന സമയത്ത് അവരുടെ പെർമനന്റ് കൺവെയൻസ് നമ്മൾ കൊടുക്കാൻ പാടില്ല. അതായത് ഏൺ ലീവിന്റെ കാര്യത്തിലാണ്, അങ്ങനെയുള്ള ലീവിന്റെ കാര്യത്തിലാണ് പറയുന്നത്. ഹാഫ് ലീവ് അല്ലെങ്കിൽ കമ്മ്യൂട്ടർ ലീവ് ഒക്കെ എടുക്കുന്ന സമയത്ത് ആ സമയത്ത് അവര് പെർമനന്റ് കൺവെയൻസ് അലവൻസ് എന്നുള്ള അത് കുറച്ചിട്ട് വേണം അവർക്ക് കൊടുക്കേണ്ടത്. അപ്പൊ അത് കൊടുത്തിട്ടില്ലെങ്കിൽ തിരിച്ചടക്കേണ്ടത് അവരുടെ തന്നെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, സബ് സെന്ററിന് സ്വന്തമായിട്ട് ബിൽഡിംഗ് ഉള്ള JPSനാണെങ്കിൽ അവർക്ക് HRA നൽകാനായിട്ട് പാടുള്ളതല്ല. അല്ല എങ്കിൽ അവര് ആ സബ് സെന്ററിന്റെ ബിൽഡിങ്ങിന് ഇപ്പോ ഫിറ്റ് അല്ല, അത് താമസിക്കാൻ യോഗ്യമല്ല എന്നുള്ള രീതിയിൽ
ബന്ധപ്പെട്ട എഞ്ചിനീയർ ഒരു സാക്ഷ്യപത്രം ഹാജരാക്കണം. എന്ന് മാത്രമല്ല, എപ്പോഴാണോ അത് അൺഫിറ്റ് ആവുന്നത്, ആ അൺഫിറ്റ് ആകുന്ന ആ കാലഘട്ടം തൊട്ട് മാത്രമേ അവർക്ക് അതിന് ആ HRA ലഭിക്കാനായിട്ട് അവർക്ക് അർഹതയുള്ളൂ. അപ്പോ ബന്ധപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഇതിനകത്തും ഈ പറഞ്ഞ പോലെ തന്നെ അൺഫിറ്റിന്റെ സർട്ടിഫിക്കറ്റിന്റെ കാര്യമാണ് പറയുന്നത്. അൺഫിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഉള്ള ഡേറ്റ് വെച്ച് മാത്രമേ അവർക്ക് പിന്നെ HRA വാങ്ങിക്കാനുള്ളൂ. അല്ലെങ്കിൽ ആ തുക അവര് അടക്കേണ്ടി വരും. പിന്നെ ബിൽഡിംഗ് ഇല്ലെങ്കിൽ ഓഡിറ്റ് ഒബ്ജക്ഷൻ അല്ല, പക്ഷെങ്കിൽ അവർ ഇങ്ങനെ ഒരു കാര്യം എഴുതാം. അതായത് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് 5 സക്സസ് ഉണ്ടായിരുന്നു, പക്ഷെ അതിന് 5നും ബിൽഡിംഗ് ഇല്ല. അപ്പോൾ ആ ബിൽഡിംഗ് ഇല്ല എന്നുള്ള കാര്യം പഞ്ചായത്തിനെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്നുള്ള രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെയുള്ളത് മറ്റൊരു കാര്യം ക്വാർട്ടേഴ്സ് ആണ്. പല സ്ഥാപനങ്ങളിൽ PHCകളിൽ അടക്കം ചില സ്ഥലങ്ങളിൽ ക്വാർട്ടേഴ്സ് ഉണ്ട്. ഈ ക്വാർട്ടേഴ്സിനാണെങ്കിൽ അവിടെ ഒരു രജിസ്റ്റർ KFC വോളിയം 2ന്റെ ഫോം 1 ഒരു രജിസ്റ്റർ ഉണ്ട്. അതും നമ്മുടെ സൈറ്റിനകത്തുണ്ട്. അപ്പോൾ അത് അതുപോലെ പരിപാലിക്കണം. അതുപോലെ തന്നെ പ്രധാനമാണ് ക്വാർട്ടേഴ്സ് ഏത് ജീവനക്കാർക്ക് വേണ്ടിയാണോ അത് നിർമ്മിക്കുന്ന സമയത്ത് തന്നെയാണ്. പലപ്പോഴും നമുക്ക് കുറെ കാലം കഴിഞ്ഞാൽ നമുക്ക് അറിയില്ലായിരിക്കും, പക്ഷെ അത് നിർമ്മിക്കുന്ന സമയത്ത് ഇന്ന ജീവനക്കാർക്ക് വേണ്ടിയുള്ള ക്വാർട്ടേഴ്സ് ആണ് എന്നുള്ളത് ഉണ്ടായിരിക്കും. മെഡിക്കൽ ഓഫീസർക്കായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റ് ജീവനക്കാർക്കായിരിക്കാം. അപ്പോൾ ആ ജീവനക്കാർക്ക് വേണ്ടി മാത്രം ആ ഒരു ക്വാർട്ടേഴ്സ് അനുവദിക്കാൻ പാടുള്ളൂ. അല്ല എങ്കിൽ ധനനഷ്ടമുണ്ട്. അത് ചിലപ്പോ MO അടയ്ക്കേണ്ടി വരും. അതിന്റെ കാര്യം പറയാം. അതായത് ഒരു സ്ഥാപനത്തിൽ വന്ന ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ ആണ്. അവിടുത്തെ മെഡിക്കൽ ഓഫീസർ എന്നുള്ള രീതിയിലുള്ള ഒരു ക്വാർട്ടേഴ്സ് ആണ്. അപ്പോ മെഡിക്കൽ ഓഫീസർ അഥവാ സിവിൽ സർജന് വേണ്ടിയിട്ടാണ് ഒരു ക്വാർട്ടേഴ്സ് ഉള്ളത്. അപ്പൊ ഈ പേരിലുള്ള ആൾക്കാരൊക്കെ അവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ഉത്തരവ് പ്രകാരം ആ ജീവനക്കാർക്ക് അനുവദിക്കപ്പെട്ട ക്വാർട്ടേഴ്സുകളിലെ ജീവനക്കാരിൽ നിന്നും HRAയും അതുപോലെ തന്നെ 2% റെന്റും, അവരുടെ ബേസിക് പേയുടെ 2% 2% എന്നുള്ള റെന്റും ഇഴിച്ചിട്ട് മാത്രമേ അവർക്ക് സാലറി കൊടുക്കാൻ പാടുള്ളൂ. അതായത് സാലറിയിൽ അവർക്ക് അതായത് ഒരു സ്ഥാപനത്തിലെ ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട്, അത് അവിടുത്തെ മെഡിക്കൽ ഓഫീസർക്കുള്ള ക്വാർട്ടേഴ്സ് ആണെന്നാണ് അതിന്റെ രേഖകൾ പ്രകാരമുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ മെഡിക്കൽ ഓഫീസർ അവിടെ താമസിക്കുന്നില്ല എങ്കിൽ പോലും അയാൾ ചിലപ്പോൾ താമസിക്കുന്നുണ്ടാവില്ലായിരിക്കും, അയാളുടെ വീട് അടുത്ത് തന്നെയായിരിക്കും. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് സർക്കാർ പറയുന്നത്. അയാൾക്ക് HRA കൊടുക്കാൻ പറ്റില്ല. കാരണം അതിന് സർക്കാർ പറയുന്നതാണ്, സർക്കാരിന്റെ പൈസ എടുത്ത് സർക്കാരിന്റെ പൈസ ചെലവഴിച്ച് ഒരു ക്വാർട്ടേഴ്സ് കെട്ടി, അത് താമസിക്കാത്തത് നിങ്ങളുടെ കുഴപ്പമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യമാണ്. പക്ഷെ സർക്കാർ അതിനു വേണ്ടി പൈസ ചെലവഴിച്ചു, അതുകൊണ്ട് തന്നെ ഇനി HRA നിങ്ങൾക്ക് തരാൻ പറ്റില്ല. പോരാത്തതിന് 2% ഓഫ് ഈ ബേസിക് പേയും നിങ്ങൾക്ക് കിട്ടില്ല, റെന്റ് എന്നുള്ള രീതിയിൽ അത് നമ്മൾ പിടിക്കും എന്നുള്ളതാണ് സർക്കാർ പറയുന്നത്. അപ്പോ അങ്ങനെ ഒരു ക്വാർട്ടേഴ്സ് അവിടെ ഉണ്ടായി പോയി എന്നുള്ള ഒരേ ഒരു കാരണം കൊണ്ട് ഈ ഒരു ഒന്നാമത്തെ ഡോക്ടർക്ക് 39,000 രൂപയും രണ്ടാമത്തെ ഡോക്ടർക്ക് 16,000 രൂപയും തിരിച്ചടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് അവര് ഇത് അതേ സ്ഥാനത്ത് തന്നെ വന്ന ആദ്യത്തെ ഓഡിറ്റ് ഒബ്ജക്ഷൻ ആണ്. പിന്നീട് ഓഡിറ്റ് ടീം വേറെ സമയത്ത് പോയി, അപ്പോ അതേ സ്ഥാനത്ത് തന്നെയാണ്. അപ്പൊ അവിടെ ഒരു ആ ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ അവർ കുറച്ച് റെക്ടിഫൈ ചെയ്തു, പക്ഷെ എന്നിട്ടും പൂർണ്ണമായിട്ടും റെക്ടിഫൈ ആയിട്ടില്ല. അതെങ്ങനെയാണെന്ന് നോക്കാം. അതായത് അവിടെ സിവിൽ സർജന്റെ ക്വാർട്ടേഴ്സ് ആയിരുന്നു നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ സിവിൽ സർജന്റെ HRA കട്ട് ചെയ്തു, ഇപ്പൊ സിവിൽ സർജൻ HRA കിട്ടുന്നില്ല. അതുപോലെ തന്നെ അതേസമയം റെന്റ് റിക്കവറി അവിടെ അവർ കാണിക്കുന്നത് അവിടെ തന്നെ HIക്ക് അത് താമസിക്കാൻ കൊടുത്തു. അപ്പൊ HIയുടെ റെന്റ് ആണ് 2% ഓഫ് ദി ബേസിക് ആണ് കട്ട് ചെയ്തത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴും സർക്കാർ കാണുന്നത് സർക്കാർ നഷ്ടമാണ്. കാരണം മെഡിക്കൽ ഓഫീസറിന്റെ റെന്റിന് 2% ആണെങ്കിൽ സർക്കാരിന് കുറച്ചുകൂടെ പൈസ കിട്ടിയിരുന്നു. പക്ഷെ HIയുടെ പിന്നെ 2% ഓഫ് ദി ബേസിക് ആണ് കട്ട് ചെയ്യുന്നത്. അപ്പൊ സർക്കാരിന് വീണ്ടും ധനനഷ്ടമാണ്. അപ്പൊ അത് HRA കൃത്യമായിട്ട് ആ മെഡിക്കൽ ഓഫീസറിന്റെ HRA തന്നെ കട്ട് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഇവിടെ എനിക്ക് ആഡ് ചെയ്യാനുള്ള വെച്ച് കഴിഞ്ഞാല് ആർക്കാണോ ഈ പിന്നെ ക്വാർട്ടേഴ്സ് അനുവദിച്ചിട്ടുള്ളത് അത് അവർക്ക് തന്നെ, അതായത് മെഡിക്കൽ ഓഫീസറിന്റെ ക്വാർട്ടേഴ്സ് ആണ് എങ്കിൽ അത് മെഡിക്കൽ ഓഫീസറിന് തന്നെ അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നിയമപരമായിട്ട് ചെയ്യാനുള്ളത്. ഈ ഒരു ക്വറി, അതായത് പലപ്പോഴും ഈ രീതിയിൽ ഒരു PHCയിലൊക്കെ അനാവശ്യമായിട്ടാണെന്ന് ഞാൻ ഔദ്യോഗികമായിട്ട് പറയുന്നത്, എന്നാലും ഒരു ആവശ്യമില്ലാതെ ക്വാർട്ടേഴ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ക്വാർട്ടേഴ്സ് പലപ്പോഴും അവിടുത്തെ മെഡിക്കൽ ഓഫീസർക്കും മറ്റു ഡോക്ടേഴ്സിനും ആവശ്യം വരും. അതേസമയം തന്നെ ദൂരെ നിന്നും ട്രാൻസ്ഫർ ആയിട്ട് വരുന്ന HI അല്ലെങ്കിൽ ആ വിഭാഗം ഗ്രേഡ് 2 അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ആവശ്യം വരും. അപ്പൊ അവർക്ക് അത് അനുവദിച്ചു കൊടുക്കും. പക്ഷേ ഇങ്ങനെ അനുവദിച്ചു കൊടുക്കാമോ എന്നുള്ള ഒരു ക്വറി
ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് കിട്ടിയ മറുപടി ഇതാണ്: ഒന്ന്, സർക്കാർ കാണുക അതൊരു ധനനഷ്ടമായിട്ടാണ്. അതായത് നിങ്ങൾക്ക് മെഡിക്കൽ ഓഫീസറിന്റെ HRAയും അതുപോലെ തന്നെ 2% ബേസിക് പേയും കിട്ടേണ്ട സ്ഥലത്ത് മറ്റൊരു കീഴ് ജീവനക്കാരന്റെ, അതിലും താഴ്ന്ന ബേസിക് പേയുടെ ജീവനക്കാരന്റെ HRAയും അതുപോലെ തന്നെ ബേസിക് പേയുടെ 2% മാത്രമേ സർക്കാരിന് കിട്ടുന്നുള്ളൂ. അപ്പൊ അത് നഷ്ടമാണ്. രണ്ടാമത്തേത്, അവിടെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി നടന്നു കഴിഞ്ഞാൽ അതിന് ആരാണോ ഈ പറഞ്ഞ ആൾക്ക് ആ ഒരു ക്വാർട്ടേഴ്സ് അനുവദിച്ചു കൊടുത്തത് അയാളും കൂടെ ഉത്തരവാദിയായിട്ട് വരും. കാരണം ഒരു ഇമ്മോറലോ അല്ലെങ്കിൽ ഇല്ലീഗലോ ആയിട്ട് ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ മെഡിക്കൽ ഓഫീസറിന്റെ അനുമതിയോട് കൂടിയാണ് പോയിട്ട് ഇയാൾ അവിടെ താമസിക്കുന്നത് എന്നുള്ള രീതിയിൽ വരും. അതുകൊണ്ട് തന്നെ രേഖാമൂലം അനുവദിച്ചു കൊടുക്കുന്നത് എപ്പോഴും നമ്മൾക്ക് ആർക്ക് വേണ്ടിയിട്ടാണോ ആ ക്വാർട്ടേഴ്സ് കിട്ടിയിട്ടുള്ളത് അവർക്ക് തന്നെ അനുവദിച്ചു കൊടുക്കുക. പിന്നെ അവർ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റിൽ ചിലപ്പോൾ വേണമെങ്കിൽ മറ്റൊരാൾക്ക് മറ്റൊരു സ്റ്റാഫിന് അവിടെ താമസിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അതും ഔദ്യോഗികമായിട്ടുള്ള അവർ തമ്മിലുള്ള ഒരു നീക്കുപോക്കിന്റെ കാര്യത്തിൽ മാത്രം. അപ്പോ ഇതും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇവിടെ ഈ ഒരു മെഡിക്കൽ ഓഫീസർ പോകുന്നത് ഇങ്ങനെയാണ്. അതായത് ക്വാർട്ടേഴ്സ് നിർമ്മിച്ചു. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും മെഡിക്കൽ ഓഫീസർ ക്വാർട്ടേഴ്സ് എന്നുള്ള രീതിയിൽ ആരെങ്കിലും വലിയ കാര്യത്തിൽ അത് ഉദ്ഘാടനം ചെയ്തിട്ട് പോയിട്ടുണ്ടാകും. പക്ഷെ ഒരു HS ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട്. പക്ഷെ അത് അവരും താമസിക്കുന്നില്ല, ആർക്കും വേണ്ട. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് HMCക്ക് തോന്നി അവിടെ ഒരു ഫിസിയോതെറാപ്പി യൂണിറ്റ് കൊണ്ടുവരാന്ന്. അപ്പൊ ഈ ഫിസിയോതെറാപ്പി യൂണിറ്റിനെ കൊണ്ടുവന്നു. അപ്പൊ എന്താണ് വീണ്ടും സർക്കാർ കാണുന്നത്? സർക്കാർ കാണുന്നത് അവിടെ ഓരോ മാസവും HRAയും അതുപോലെ തന്നെ റെന്റിന്റെ 2% കിട്ടേണ്ട സ്ഥലത്ത് ഒരു സംഭവം കിട്ടുന്നില്ല. പോരാത്തതിന് അത് മറ്റൊരു കാര്യത്തിൽ ഉപയോഗിക്കുകയാണ്. അപ്പൊ അതും ഒരു ഒബ്ജക്ഷൻ ആണ്. അപ്പോൾ ആ രീതിയിൽ ക്വാർട്ടേഴ്സ് HMCയുടെ ഒരു തീരുമാനം വെച്ച് മാത്രം ഒരിക്കലും മറ്റൊരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. അപ്പൊ നമ്മൾ 2 കാര്യങ്ങൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഒന്ന് നമ്മുടെ രജിസ്ട്രേഷൻ ആണ്, മറ്റൊന്ന് സാലറി പ്രോസസിംഗ് ആണ്. ഇനി ഒരു 3 കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. അതിൽ ഒന്നാണ് HMCയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ HMC എങ്ങനെയാണ് പരിപാലിക്കേണ്ടത് അല്ലെങ്കിൽ HMCയുടെ റൂൾസ് എന്താണ് എന്നുള്ളതൊന്നും ഇതിനകത്ത് പറയുന്നില്ല. HMCയുമായിട്ട് ബന്ധപ്പെട്ട് ചില മെഡിക്കൽ ഓഫീസേഴ്സിന് വന്നിട്ടുള്ള കുറച്ച് ഒബ്ജക്ഷൻസ് മാത്രമാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഒന്ന് എന്ന് വെച്ച് കഴിഞ്ഞാല് LSTDയുടെ ഒരു ലെറ്റർ പ്രകാരം HMCകൾ സൂക്ഷിക്കേണ്ട, ഇത് LSTD അല്ല, ഈ ലെറ്റർ പ്രകാരം സൂക്ഷിക്കേണ്ട ഒരു കുറച്ച് രജിസ്ട്രേഷൻ ഉണ്ട്. ക്യാഷ് ബുക്ക്, അതുപോലെ തന്നെ വരവ് രജിസ്റ്റർ, ചെലവ് രജിസ്റ്റർ, ചെക്ക് ഡ്രാഫ്റ്റ് രജിസ്റ്റർ, ഇൻവെസ്റ്റ്മെന്റ്, ഡെപ്പോസിറ്റ്, അഡ്വാൻസ്, ഇങ്ങനെയൊക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ പ്രകാരമുള്ള ക്യാഷ് ബുക്കോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ HMCയുടെ ഭാഗമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കണം. ഈ ഒരു ഓഡിറ്റ് എഴുതി കൊടുത്തത് LSTDയുടെ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് നടന്നപ്പോഴാണ്. പിന്നെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ HMCയുമായിട്ട് ബന്ധപ്പെട്ട നിയമനമാണ്. നിയമനം എപ്പോഴും അത് HMCയുടെ ആ ഗൈഡ് ലൈനകത്ത് ഒരു സെലക്ഷൻ കമ്മിറ്റി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ നമുക്ക് അറിയാം, നമ്മുടെ ഏത് താൽക്കാലിക നിയമനവും അത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി തന്നെയാണ് നടത്തേണ്ടത്. പല സ്ഥലങ്ങളിൽ അങ്ങനെ നടക്കുന്നില്ല അല്ലെങ്കിൽ നടന്നിട്ടില്ല എന്നുള്ള ഒരു സൗകര്യമല്ല. ഇതുപോലെ ഒരു ക്ലാസ്സിൽ ചോദിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ രേഖ അല്ലെങ്കിൽ അതിന്റെ ഒഫീഷ്യൽ ആയിട്ട് ഒരു മറുപടി ചോദിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിർബന്ധമായിട്ടും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി തന്നെ നമ്മൾ HMCയുടെ നിയമനം നടക്കണം. അത് നടത്തേണ്ടത് ഇങ്ങനെയാണ്. ഒരു ക്ലീനിങ് സ്റ്റാഫിന്റെ ആണ് നമുക്ക് അവിടെ നിയമനം നടത്താനുള്ളതെങ്കിൽ അല്ലെങ്കിൽ ഒരു ലാബ് ടെക്നീഷ്യനെയാണ് നിയമനം നടത്താനുള്ളതെങ്കിൽ നമ്മുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ഇപ്പൊ നിലവിലുള്ള ലിസ്റ്റ് ചോദിക്കുക. അതിനകത്ത് ഇന്റർവ്യൂ നടത്തിയിട്ട് നമുക്ക് നിയമിക്കാം. പിന്നെ ഇന്റർവ്യൂ ബോർഡ് മെമ്പേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളത് എവിടെയും അങ്ങനെ HMCയുടെ കാര്യത്തിനകത്ത് നിർവഹിച്ച് കണ്ടിട്ടില്ല. ഒരു സെലക്ഷൻ കമ്മിറ്റി വേണം എന്നുള്ളതാണ്. പക്ഷെ അതേസമയം തന്നെ നമ്മൾ അവരെ നിയമിക്കുമ്പോൾ നമ്മൾക്ക് എന്താണോ PSC നിയമനത്തിന് പറഞ്ഞിട്ടുള്ള യോഗ്യത അത് തന്നെ നമ്മൾ വെക്കണം. ഒരു ലാബ് ടെക്നീഷ്യനെ നിയമിക്കാനായിട്ട് അവർക്ക് സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള ഡിപ്ലോമയോ അല്ലെങ്കിൽ ബിരുദമോ അതുപോലെ തന്നെ ബന്ധപ്പെട്ട പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനുമാണ് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മുടെ VHSCക്കാർക്കൊന്നും ചിലപ്പോൾ നിയമനം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പോൾ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നിർബന്ധമായിട്ടും അവർക്ക് ബന്ധപ്പെട്ട കൗൺസിലിന്റെ രജിസ്ട്രേഷൻ ഉണ്ടോ എന്നുള്ളതാണ്. കാരണം ആ കൗൺസിലിൽ അവർക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ, അതായത് നമ്മുടെ കേരള മെഡിക്കൽ കൗൺസിൽ, അതായത് പാരാമെഡിക്കൽ കൗൺസിൽ ഉണ്ട്, ഫാർമസി കൗൺസിൽ ഉണ്ട്, നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിൽ ഉണ്ട്, TCMC കേരള മെഡിക്കൽ കൗൺസിലായി. അപ്പൊ ഈ കൗൺസിലിനകത്ത് അവർക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അവർ എന്തായി കഴിഞ്ഞാലും ഒരു അംഗീകൃത കോഴ്സ് ആയിരിക്കും പഠിച്ചിട്ടുണ്ടാകുക. അപ്പൊ കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ക്ലിയർ ആയി എന്ന് തന്നെ വെക്കാം. അപ്പോൾ കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നുള്ളത് നിർബന്ധമായിട്ടും നോക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്നുള്ളത് നമ്മൾ ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡർ അവർക്ക് കൊടുക്കണം. അതിനകത്ത്
നമ്മൾ എന്തൊക്കെയാണോ അവരുമായിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻ, അതായത് അവരെ എത്ര കാലത്തേക്കാണ്, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, മീൻസ് എപ്പോഴൊക്കെ ഒരു ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ ഉണ്ട്. കോൺട്രാക്ടിന് ഒരു മോഡൽ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു മോഡൽ നമ്മുടെ സൈറ്റിനകത്തുണ്ട്. ആ സൈറ്റിനകത്ത് നമ്മുടെ LSTD പ്രോജക്ട് എന്നുള്ള ഫോൾഡർ ആണെന്ന് തോന്നുന്നു, അതിനകത്തുണ്ട്. അപ്പോ പിന്നെ 179 ഡേയ്സ് ആണ്. ഇപ്പൊ ഞാൻ ഇതിനെ 364 ഡേയ്സ് ഞാൻ പറഞ്ഞു. പക്ഷെ കാരണം ഞാൻ അത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ NHM എപ്പോഴും കൊടുക്കുന്ന 364 ഡേയ്സ് ആണ്. പക്ഷെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകാർ പറയുന്നത് 179 ഡേയ്സിലേക്ക് കൂടുതൽ നിയമിക്കാൻ പാടില്ല എന്നുള്ളതുമാണ്. പിന്നെ അതുപോലെ തന്നെയാണ് ഈ 179 ഡേയ്സ് കഴിഞ്ഞിട്ട് വീണ്ടും അവരെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ഈ ഒന്ന് നമ്മൾക്ക് നമ്മുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ പെർമിഷൻ വേണം. ഒരു ബ്രേക്ക് കൊടുത്തിട്ട് നമ്മൾ നിയമനം നടത്താറുണ്ട്. പക്ഷെ അത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ അനുമതിയോടുകൂടി മാത്രമേ ചെയ്യാവൂ. അതായത് 179 ഡേയ്സ് ആകുന്നതിന് മുന്നേ തന്നെ നമ്മൾ വീണ്ടും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലേക്ക് എഴുതി ചോദിക്കാം, നമുക്ക് നമുക്ക് ഈ ഒരു ആളുടെ സേവനം, നമുക്ക് ആ ഒരു പോസ്റ്റ് ഫില്ലായിട്ടില്ല, അപ്പോൾ ആ പോസ്റ്റ് ഫില്ലാവുന്നതിന് എല്ലാ കാലയളവിലേക്ക് അല്ലെങ്കിൽ അടുത്തൊരു കാലയളവ് വരെ ഇവരെ വീണ്ടും ചോദിച്ച് അവരുടെ മറുപടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അതേ ആളെ തന്നെ ഒരു 1 ഡേ ബ്രേക്ക് കൊടുത്തിട്ട് നമുക്ക് നിയമിക്കാം. അത് തന്നെ റീസെന്റ് ആയിട്ടുള്ള ഓർഡേഴ്സ് കണ്ടത് പരമാവധി 2 ഇയേഴ്സ് വരെ മാത്രമേ അങ്ങനെ നിയമിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. കാരണം എനിക്ക് തോന്നുന്നത് ആ ഒരു ജോലി തന്നെ ഒരാൾക്ക് ഒരു കുത്തവകാശം പോലെ കിട്ടാതിരിക്കാൻ വേണ്ടി ആയിരിക്കാം എന്നാണ് അതിന്റെ മറ്റു ലോജിക്സ് അറിയില്ല. അതുപോലെ തന്നെ HMCയുടെ തീരുമാനം അതിന് ആവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ കോൺട്രാക്ട് എഴുതുക എന്നുള്ളത് മസ്റ്റ് ആണ്. കാരണം ഈ കോൺട്രാക്ടിനകത്താണ്, കാരണം ഇത് ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ PSC നിയമനങ്ങൾ പോലെ തന്നെ കോടതിയിലടക്കം എത്താൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഈ ഒരു നിയമനങ്ങൾ. കാരണം ചില സ്ഥലങ്ങളിലൊക്കെ സംഭവിക്കുന്നത് 2 കാര്യങ്ങളാണ്. അതിനകത്ത് ഒരു തെറ്റ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് നിലവിലില്ലാത്തൊരു പോസ്റ്റ്, അതായത് ലാബ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഗാർഡനർ, അങ്ങനെയൊന്നും പോസ്റ്റ് നമ്മുടെ ഇതിനകത്ത് ഇല്ല, നമ്മുടെ ആരോഗ്യ വകുപ്പിനകത്ത് ഇല്ലാത്തതാണ്. അപ്പൊ ചില സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള പോസ്റ്റിലേക്ക് HMC വഴി നിയമിക്കുന്നു. അപ്പൊ എന്ന് മാത്രമല്ല അവർ കാലങ്ങളായിട്ട് അവിടെ തുടരുന്നു. ഒരു 10 വർഷമൊക്കെ ആയതിനു ശേഷം അവർ ചിലപ്പോൾ കോടതിയിൽ പോവുകയാണെങ്കിൽ കോടതി അവരോട് പറയും, കോടതി ചിലപ്പോൾ അനുകമ്പാർഹമായിട്ട് കാണുന്നത് പിന്നെ നമ്മുടെ ഇത്രയും നാള് അവര് അവിടെ ജോലി ചെയ്തു, അവർക്ക് PF-ന് അർഹതയുണ്ട്, അല്ലെങ്കിൽ അവർ സ്ഥിര നിയമത്തിന് പരിഗണിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ കോടതി എഴുതി വിടാനായിട്ട് ഉള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ആ സമയത്ത് മനുഷ്യാവകാശമായിട്ട് അല്ലെങ്കിൽ അനുകമ്പാർഹമായ കാരണങ്ങളാൽ ചിലപ്പോൾ ആ രീതിയിലെ കോടതി എടുക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ 2 കാര്യങ്ങളാണ്. ഒരു ആരോഗ്യവകുപ്പിൽ നിലവിലില്ലാത്ത ഒരു പോസ്റ്റിലേക്ക് കഴിയുന്നതും ആൾക്കാരെ നിയമിക്കാതെ ഇരിക്കുക, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു പോസ്റ്റ് എവിടെയെങ്കിലും നമ്മുടെ സ്ഥാനത്തിൽ ഉണ്ടാവണമെന്നില്ല. കാരണം ലാബ് ടെക്നീഷ്യൻ പോസ്റ്റ് ഇല്ലാത്തടത്തേക്ക് HMCക്ക് നിയമിക്കാം. പക്ഷെ ലാബ് ടെക്നീഷ്യൻ എന്നുള്ള പോസ്റ്റ് നമ്മൾക്ക് ആരോഗ്യവകുപ്പിലുണ്ട്. അപ്പൊ ആ രീതിയിൽ നമുക്ക് നിയമിക്കാം. പോരാത്തതിന് പരമാവധി 179 ഡേയ്സ് വരെ മാത്രം നിയമിക്കുക. അതും ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി തന്നെ നിയമിക്കുക. പിന്നെ LSTD നിയമനങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി തന്നെ ചെയ്യണം എന്നൊക്കെ മെസ്സേജിനകത്ത് ചോദിക്കുന്നുണ്ട്. നിലവില് ഏറ്റവും അവസാനം ഉള്ള LSTD നമ്മൾ LSTD നിയമനത്തെ പറ്റി അല്ല പറയുന്നത്, LSTD നിയമനത്തെ പറ്റിയുള്ള ഏറ്റവും അവസാനത്തെ കത്തിനകത്ത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയുള്ള നിയമനങ്ങൾ ഇപ്പോൾ തുടരേണ്ട എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകാരെ സമ്മതിക്കില്ല, അവര് പരമാവധി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമിക്കണം എന്നുള്ളതാണ് പറയുക. LSTD പ്രൊജക്ടിന്റെ കാര്യങ്ങൾ നമ്മൾ പിന്നീട് എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് നമുക്ക് തോന്നിയ പോലെ നിയമിച്ചിട്ട് ഏതെങ്കിലും ആൾക്ക് നമ്മൾ അവിടെ ശമ്പളം കൊടുക്കാനായിട്ട് സാധിക്കില്ല. ഇതൊന്ന് വായിച്ചു നോക്കുക, എന്ന് വെള്ളം കുടിക്കട്ടെ. അപ്പൊ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഒരു ഗ്രേഡ് 2 പോസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ HMC ഒരാളെ അവർക്ക് വേണ്ടപ്പെട്ട ആളായിരിക്കും, അല്ലാതിരിക്കും. അപ്പൊ അവരെ നിയമിച്ചു. എന്നിട്ട് നമ്മുടെ ഗ്രേഡ് 2വിന്റെ ട്രഷറിയിൽ നിന്ന് കൊടുക്കേണ്ട ആ ഹെഡിൽ തന്നെ സാലറി മാറിക്കൊടുത്തു. ഒരിക്കലും ചെയ്യാൻ പാടില്ല. അഡ്വോക്കറ്റ് വ്യവസ്ഥയിലാണ് നിയമിക്കുന്നതെങ്കിൽ ആ നിയമനത്തിന് നമ്മുടെ DMOയ്ക്ക് മാത്രമേ അധികാരമുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ട്രഷറി ഹെഡ് എന്ന് നമുക്ക് ശമ്പളം മാറിക്കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത രീതിയിൽ HMC നിയമിക്കുകയാണെങ്കിൽ HMCക്ക് വേണമെങ്കിൽ നിയമിക്കാം, പക്ഷെ അത് HMC ഫണ്ടിൽ നിന്നുമായിരിക്കണം പിന്നെ നിയമനം നടത്തേണ്ടത്. അതിന് അതിൻ്റെതായ നേരത്തെ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആണ് ഏറ്റവും സേഫ്. അതുപോലെ തന്നെ ഇന്റർവ്യൂ നടത്തണം, അപ്പോയിന്റ്മെന്റ് ഓർഡർ, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാമ്പ് പേപ്പർ, ഇല്ല കോൺട്രാക്ട്, ഇതൊക്കെ മസ്റ്റ് ആണ്.
പിന്നെ ഇതൊരു ഓഡിറ്റ് ഒബ്ജക്ഷൻ മറ്റൊരു എംഒയ്ക്ക് വന്നതാണ്. അതായത് ഈ നമ്മുടെ ആശുപത്രി വികസന ഫണ്ട്, അതായത് HMC-ന്റെ ഫണ്ട് എന്ന് പറയുന്നത് നമ്മുടെ OP ടിക്കറ്റിൽ നിന്നുള്ള വരുമാനം, ലാബിൽ നിന്നുള്ള വരുമാനം ഒക്കെയാണ്. എന്തിനെന്ന് കഴിഞ്ഞാൽ മറ്റു രീതിയിൽ സന്നദ്ധ സംഘടനകളോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കോ അവർക്കൊക്കെ ഇതിനകത്തേക്ക് സംഭാവന നൽകാവുന്നതാണ്. അപ്പൊ ആ രീതിയിൽ സംഭാവന നൽകുന്നത് സംഭാവന സ്വീകരിക്കുന്നതിന് തെറ്റില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. അതിന് കൃത്യമായിട്ടുള്ള റെസീപ്റ്റ് കൊടുക്കണം എന്ന് മാത്രമാണ്. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ വേറൊരു കുഴപ്പമൊന്നും വരില്ല, ഫണ്ട് കുറച്ച് കുറയും എന്നുള്ളത് മാത്രം. പിന്നെ മറ്റൊരു കാര്യമാണ് HMC-ൻ്റെത് നമുക്കറിയാം, നിയമാനുസൃത ഇടവേള എന്ന് പറയുന്നത് 3 മാസത്തിലൊരിക്കലാണ്. 3 മാസത്തിലൊരിക്കൽ HMC യോഗം ചേരാനായിട്ട് ശ്രദ്ധിക്കണം. അതിനകത്ത് പലപ്പോഴും സംഭവിക്കാറുള്ളത് വെച്ച് കഴിഞ്ഞാൽ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള പഞ്ചായത്തൊക്കെ ആണെങ്കിൽ പലപ്പോഴും യോഗം കൃത്യമായിട്ട് ചേരും. പക്ഷേ ഇത് ആശുപത്രിയുടെ കാര്യം അത്ര ശ്രദ്ധിക്കാത്ത ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ അത് ചേരില്ല. അപ്പൊ നമ്മൾ ഒരു MO എന്ന രീതിയിൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കത്ത് ഒന്ന് പഞ്ചായത്തിലേക്ക് അയച്ച് ഇടുക. അതായത് 3 മാസമായി ഈ HMC യോഗം ചേർന്നിട്ട് അടുത്ത യോഗം ചേരുന്നതിനുള്ള ഡേറ്റ് തരണം എന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് അയച്ചിടുക, നമ്മുടെ ഫയലിനകത്ത് വെക്കുക. അപ്പോൾ കുറെ കാലങ്ങളായിട്ട് HMC യോഗം ചേരാത്തൊരു സ്ഥലമാണെങ്കിൽ, പലപ്പോഴും അത് സംഭവിക്കാറില്ല, അങ്ങനെ ഒരു സ്ഥലമാണെങ്കിൽ നമുക്കിത് കാണിക്കാൻ പറ്റും, നമ്മൾ അയച്ചിരുന്നു. അതുപോലെ തന്നെ എന്നാൽ അതേസമയം തന്നെ പഞ്ചായത്തിൽ നിന്നും അനുകൂല റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് കാണിക്കാൻ സാധിക്കും. ഒപ്പം തന്നെ മറ്റൊരു കാര്യമാണ്, നമ്മൾ എടുക്കുന്ന യോഗ തീരുമാനങ്ങൾ, ഇങ്ങനൊരു കാര്യം കൂടി ഉണ്ട് എന്നാണ് പറയുന്നത്. യോഗ തീരുമാനങ്ങൾ നമ്മൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൈമാറണം, അത് ഗ്രാമസഭയിൽ വായിക്കണം എന്നൊക്കെ ആണ് അതിനകത്ത് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. ഓക്കെ, പിന്നെ ഇത് ഞാൻ നേരത്തെ പറയാമെന്ന് പറഞ്ഞ കാര്യമാണ്. ഈ ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ ഒരു എംഒയ്ക്ക് വന്നത് കണ്ടപ്പോൾ ആണ് അത് മനസ്സിലായത്. ലാസ്റ്റ് റെഡ് ലൈനിനകത്ത് എഴുതിയിരിക്കുന്നത് നോക്കുക. അതായത് എന്തായി കഴിഞ്ഞാലും നമുക്ക് എന്ത് രീതിയിലുള്ള വരവാണെങ്കിലും അത് തൊട്ടടുത്ത പ്രവൃത്തി ദിവസം നമ്മൾ ട്രഷറിയിൽ കൊടുക്കേണ്ടതാണ്. അതേസമയം തന്നെ പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ ബാങ്ക് ഒക്കെ ദൂരെയാണെങ്കിൽ പരമാവധി 500 രൂപ വരെ നമുക്ക് കൈവശം സൂക്ഷിക്കാം. 500 രൂപയിൽ കവിയാണെങ്കിൽ പോയിട്ട് അപ്പോൾ തന്നെ ബാങ്കിൽ അടയ്ക്കണം. എന്നാൽ ക്യാഷിന്റെ ഇത് HMC ക്യാഷിന്റെ ആ കാര്യങ്ങൾ നോക്കുമ്പോൾ 500 രൂപയിൽ അധികമായിട്ട് കൈവശം വച്ചിട്ടുണ്ട് എന്നാണ് കാണുന്നത്. എപ്പോഴും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ട് അടുത്ത പ്രവൃത്തി ദിവസം തന്നെ ബാങ്കിൽ കൊണ്ടുപോയിട്ട് അടയ്ക്കുക എന്നുള്ള കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. അതാണ് ചെയ്യാനുള്ളത്. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പറയാൻ ഞാനൊരു ചേർക്കാൻ വിട്ടുപോയ സ്ലൈഡാണ്, മറ്റൊന്നുമല്ല. നമ്മൾ ഈ HMC വരവ് ബാങ്കിൽ കൊണ്ടുപോയി അടക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് നമ്മുടെ അതിന്റെ കൗണ്ടർ ഫ്ലോ കിട്ടും. നമ്മൾ പേയിങ് സ്ലിപ്പ് വെച്ചിട്ടാണ് നമ്മളെല്ലാം ബാങ്കിൽ പോയിട്ടുള്ളതെന്ന് നമുക്കറിയാം. നമ്മളൊരു പേയിങ് സ്ലിപ്പ് വെച്ചിട്ടാണ് നമ്മൾ ക്യാഷ് അടക്കുന്നത്. അപ്പൊ ക്യാഷ് അവിടെ അടച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു സീൽ ചെയ്തിട്ട് ഒരു കൗണ്ടർ ഫ്ലോയിൽ അതിന്റെ സാധനം ഇങ്ങോട്ട് തരും. അത് നമ്മൾ ഇവിടെ സൂക്ഷിക്കണം. അത് ഒരു ബുക്കിനകത്ത് ഒട്ടിച്ച് ഓരോ ദിവസവും ഒട്ടിച്ച് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ആ കൗണ്ടർ ഫോയിൽ സൂക്ഷിക്കുക എന്നുള്ളത് പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ്. ഏതെങ്കിലും രീതിയിൽ, അതായത് ഇങ്ങനെ ബുക്കിൽ ഒട്ടിച്ചിട്ടോ അല്ലെങ്കിലോ ഏതെങ്കിലും രീതിയിൽ അത് ആ കൗണ്ടർ ഫോയിൽ നമ്മൾ നിർബന്ധമായിട്ടും സൂക്ഷിക്കണം. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാണ് സബ് സെന്ററിന്റെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ആശുപത്രി വികസന സമിതി ഫണ്ട് ഉപയോഗിക്കേണ്ടതല്ല. പക്ഷേ എമർജൻസി ആയിട്ടുള്ളത് നമുക്ക് HMC ഉപയോഗിച്ചിട്ട് സബ് സെന്റർ മെയിൻ്റനൻസ് ഒക്കെ ചെയ്യാം. പക്ഷെ അത് പിന്നീട് പഞ്ചായത്തിൽ അറിയിച്ചത് റിക്രൂട്ട് ചെയ്യണം. പിന്നെ ഒരു സംഭവം നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പം ആരുടെയെങ്കിലും റിക്വസ്റ്റ് വേണം. പക്ഷെ ഇവിടെ സബ് സെന്ററിന്റെ റിപ്പയറിങ്ങിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് എഴുതി കൊടുത്തത് സ്റ്റാഫ് നേഴ്സ് ആണ്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ പർച്ചേസിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു സെക്ഷനിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ HMC-യുടെ കാര്യങ്ങൾ നോക്കുന്ന ക്ലർക്കിനും OAയ്ക്കും പ്രതിമാസ ഓണറേറിയം HMC-യിൽ നിന്നും അനുവദിച്ച് നൽകാവുന്നതാണ് എന്നുള്ള ഉത്തരവുണ്ട്. ക്ലർക്കിന് 200 രൂപ പ്രതിമാസവും അതുപോലെ തന്നെ OAയ്ക്ക് 100 രൂപ പ്രതിമാസവും ഈ തരത്തിൽ ഓണറേറിയം HMC-യിൽ നിന്നും അനുവദിച്ച് നൽകാവുന്നതാണ്. ചെറിയ സ്ഥാപനങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരു ക്ലർക്കും ഒരു OAയും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വലിയ സ്ഥാപനങ്ങളിലേക്ക് പോകുമ്പോൾ ഏതെങ്കിലും ഒരു ക്ലർക്കിനായിരിക്കും HMC-യുടെ കാര്യങ്ങൾ നോക്കുന്നതിനായിട്ട് നിയോഗിച്ചിട്ടുണ്ടാവുക. ആ ക്ലർക്കിനും അതുപോലെ തന്നെ ഒരു OAയ്ക്കും ഈ രീതിയിൽ 200 രൂപ പ്രതിമാസം അതുപോലെ തന്നെ 100 രൂപ പ്രതിമാസം എന്നുള്ള രീതിയിൽ ഓണറേറിയം അനുവദിച്ച് നൽകാവുന്നതാണ്. പിന്നെ HMC-ന്റെ മിനിറ്റ്സ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ പലപ്പോഴും അതിന് തുടക്കത്തിൽ എല്ലാവരും സൈൻ ചെയ്യും. പക്ഷെ അത് ക്ലോസ് ചെയ്യുന്ന സ്ഥലത്ത് HMC മിനിറ്റ്സിന്റെ ലാസ്റ്റിൽ ചിലപ്പോൾ സൈൻ ചെയ്യാറില്ല. പക്ഷെ ആ തീരുമാനങ്ങൾ, അതായത് നമ്മളൊന്ന് HMC മിനിറ്റ്സ് എഴുതുന്നത് ഇങ്ങനെയാണ്: ഒന്ന് അതിന്റെ ഹെഡിങ് എഴുതി, ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് വെച്ച് ചേർന്ന യോഗം എന്നുള്ളത് എഴുതി. പിന്നെ അതെപ്പോഴും അശ്വതി തന്നെ ആയിരിക്കണം. രണ്ടാമത്തേത് ആരൊക്കെയാണ് പങ്കെടുത്തത് എന്നുള്ളത് എഴുതി, അവരെ ഒപ്പിട്ടു. അതിന്റെ താഴെ ഡിസ്കഷൻ എഴുതിയ ശേഷം ഏറ്റവും അവസാനം യോഗ തീരുമാനങ്ങൾ എന്നുള്ളത് പ്രത്യേകം എഴുതി ചേർക്കണം. അതിന്റെ താഴെ ആ HMC-യുടെ ചെയർമാൻ, അതായത് നമ്മുടെ LSD പ്രസിഡന്റ്, അതുപോലെ തന്നെ കൺവീനർ ആയിട്ടുള്ള സെക്രട്ടറി ആയിട്ടുള്ള നമ്മുടെ മെഡിക്കൽ ഓഫീസർ സൈൻ ചെയ്യേണ്ടതാണ്.
പിന്നെ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് HMC നിന്ന് എന്തൊക്കെ ചെയ്തുകൂടാ എന്നുള്ളത്. അത് അങ്ങനെ ഒരു വലിയ ഡിസ്കഷനകത്തേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഇതെല്ലാം HMCയുടെ ഉത്തരവിനകത്ത്, HMCയുടെ ഒരു ഗസറ്റ് ആണ്. ആ ഗസറ്റിനകത്ത് പറഞ്ഞിട്ടുള്ള ഏത് കാര്യങ്ങളും ചെയ്യാം. ഈ PDF അയച്ചു തരുമ്പോൾ നിങ്ങൾക്ക് ഈ ലിങ്ക് വഴി അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ HMCയുടെ കാര്യം ഇവിടെ നിർത്തുകയാണ്. HMCയിൽ നിന്ന് നമ്മൾ അടുത്തതായിട്ട് പർച്ചേസും അതുപോലെ തന്നെ വൗച്ചേഴ്സും അങ്ങനെയുള്ള കാര്യത്തിലേക്ക് കടക്കുകയാണ്. ഇത് ഒരു അവസാനത്തെ തൊട്ട് മുന്നത്തെ സെഷൻ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോ പർച്ചേസിന്റെ കാര്യത്തിനകത്ത് നേരത്തെ തന്നെ പർച്ചേസിന്റെ ഒരു ക്ലാസ് KGMOയ്ക്ക് വേണ്ടി തന്നെ കണ്ടക്ട് ചെയ്തതാണ്. എങ്ങനെയാണ് ഒരു നമ്മളെ പ്രൊസീജിയേഴ്സ് ഉപയോഗിച്ച് ഫോളോ ചെയ്തുകൊണ്ട് പർച്ചേസ് നടത്താം എന്നുള്ളത് നമ്മുടെ KGMO സൈറ്റിനകത്തുണ്ട്. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും. അപ്പൊ എങ്ങനെയാണ്, എത്രയാണ് കൊട്ടേഷൻ ലിമിറ്റ്, എത്രയാണ് ടെൻഡർ ലിമിറ്റ് എന്നുള്ള കാര്യങ്ങളിലേക്കൊന്നും ഇവിടെ പോകുന്നില്ല, കാരണം അതൊക്കെ അതിനകത്ത് എക്സ്പ്ലെയിൻഡ് ആണ്. നമ്മൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസ് നടത്തിയതിനു ശേഷം നമ്മൾ വൗച്ചേഴ്സ് സൂക്ഷിക്കുന്നത്. വൗച്ചേഴ്സ് സൂക്ഷിക്കുമ്പോൾ ഓരോ ഏപ്രിൽ മാസവും ഓരോ ആദ്യത്തെ നമ്പർ എന്നുള്ള രീതിയിലാണ് ക്യാഷ് ബുക്കിനകത്ത് കാണിക്കേണ്ടത്. അതായത് ഈ വർഷം 24-25 ഏപ്രിലിന് ശേഷം വരുന്നിട്ടുള്ള ആദ്യത്തെ വൗച്ചർ എന്നുള്ളത് വൗച്ചർ നമ്പർ 1 ആയിട്ടും അങ്ങനെ അത് തുറന്നു കൊണ്ടുപോകണം. പിന്നെ ക്യാഷ് ബുക്ക് എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ളതിന് DHS സർക്കുലർ ഉണ്ട്. ആ സർക്കുലർ നമ്മുടെ ഈ സൈറ്റിനകത്ത് പോയി കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ ഈ രീതിയിൽ നേരത്തെ പറഞ്ഞ രീതിയിൽ വൗച്ചർ സൂക്ഷിക്കാത്തത് കൊണ്ട് വന്ന ഒരു ഓഡിറ്റ് റിജക്ഷൻ ആണ് ഇത്. ഈ വൗച്ചർ നമ്പർ 1, 2, 3 എന്നുള്ള രീതിയിൽ നമ്മൾ സൂക്ഷിക്കുക. അതേസമയം തന്നെ ആ വൗച്ചർ നമ്പർ തന്നെ നമ്മുടെ അത് 1, 2, 3 എന്ന് പറയുന്നത് 1/24/25 ആണ്. 2/24/25 അങ്ങനെ തുടർന്ന് പോവുക. അത് തന്നെ നമ്മൾ ക്യാഷ് ബുക്കിനകത്ത് കൊണ്ടുവരുത്തുക. ഞാൻ പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞ രീതിയിൽ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുക എന്നുള്ളത് ഈ ലിങ്കിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അതിലേക്ക് നമ്മൾ കൂടുതൽ പോകുന്നില്ല. നമ്മൾ പർച്ചേസ് നടത്തി എന്ന് അസ്യൂം ചെയ്തിട്ട് അതിനുശേഷം എന്തൊക്കെ ചെയ്യണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ വൗച്ചേഴ്സ് സൂക്ഷിക്കുന്ന കാര്യം പറഞ്ഞു. വൗച്ചേഴ്സ് സൂക്ഷിക്കുന്ന നമ്പറുകൾ എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, ഒരു വൗച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പലപ്പോഴും ആ ഒരു ബില്ല് മാത്രമേ നമ്മുടെ മനസ്സിലേക്ക് വരികയുള്ളൂ. അത് മാത്രം പോരാ. കാരണം നമ്മൾ ഇവിടെ ഇതെല്ലാം നടത്തിയിട്ട് നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി അതിനുശേഷമാണ് ഓഡിറ്റ് വരുന്നത്. അപ്പൊ ആ പർച്ചേസ് അല്ലെങ്കിൽ ആ ഒരു പേയ്മെന്റ് എന്തിനു വേണ്ടി നടത്തി എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു കാര്യം, ആ ഒരു കെട്ട് സാധനം അവിടെ ഉണ്ടായിരിക്കണം. ആ കെട്ടിനകത്തുള്ള ആദ്യത്തെ, അതായത് ഇപ്പൊ ഒരു സിംഗിൾ ഒരു 500 രൂപയുടെ ഒരു പേയ്മെന്റ് ആണെങ്കിലും, അല്ലെങ്കിൽ ഒരു 10,000 രൂപയുടെ പേയ്മെന്റ് ആയിക്കോട്ടെ പെട്ടെന്ന് എളുപ്പത്തിന്, അപ്പൊ അതാണെങ്കിൽ പോലും അതിനൊരു ഒരു 8 സാധനങ്ങളെങ്കിലും ചിലപ്പോൾ നമുക്ക് ആവശ്യം വരും. ഒന്നാമത്തേതായിട്ട് ഒരു റിക്വസ്റ്റ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സാധനം OPയിലേക്ക് ഒരു സാധനം വാങ്ങിക്കാനാണെങ്കിൽ ബന്ധപ്പെട്ട നഴ്സിംഗ് ഓഫീസറിന്റെ റിക്വസ്റ്റ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാനോ ആണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു സ്റ്റാഫിന്റെ റിക്വസ്റ്റ്, ആ റിക്വസ്റ്റ് കൊണ്ടാണ് അത് തുടങ്ങേണ്ടത്. ആ റിക്വസ്റ്റിന് താഴെ MO അത് അങ്ങനത്തെ ഒരു കാര്യം പരിശോധിച്ചു, ആ റിപ്പയർ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ അടിയന്തരമായി റിപ്പയർ ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ വാങ്ങിക്കാവുന്നതാണ്. അതിന്റെ താഴെ ഇന്ന ഫണ്ട്, നിലവിൽ ഇന്ന ഫണ്ടാണുള്ളത്. അപ്പൊ HMC ചിലപ്പോൾ NHM ഫണ്ട് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ LHD ഫണ്ട് ഉണ്ടായിരിക്കാം. അപ്പൊ ഇന്ന ഫണ്ട് ഉപയോഗിക്കുന്നതാണ് എന്ന് എഴുതിയിട്ടാണ് നമ്മുടെ ഈ ഒരു സംഭവം തുടങ്ങേണ്ടത്. പലപ്പോഴും നമ്മൾ ഇതെല്ലാം ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രൊസീജിയർ തുടങ്ങേണ്ടത് ഈ റിക്വസ്റ്റോട് കൂടിയാണ്. അതിനുശേഷം ഒരു റൂം ഫാബ്രിക്കേഷൻ ചെയ്യേണ്ടതാണ്, റൂം പാർട്ടീഷൻ ചെയ്യേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അത് NHM ഫണ്ട് നമുക്ക് അൺടൈഡ് ഫണ്ട് കിട്ടിയിട്ടുണ്ട്, അത് വെച്ച് ചെയ്യാമെങ്കിൽ അതിനൊരു എസ്റ്റിമേറ്റ് ആവശ്യം വരും. അപ്പോൾ എസ്റ്റിമേറ്റ് നമ്മുടെ ഈ തന്ന സ്റ്റാഫ് നേഴ്സ് ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ഒരു ഒബ്സർവേഷൻ റൂം നമ്മൾ പാർട്ടീഷൻ ചെയ്യണം എന്നുള്ള രീതിയിൽ നമുക്ക് തരുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. NHM ഫണ്ട്, NHM അൺടൈഡ് ഫണ്ട് ഉപയോഗിക്കാവുന്നതാണ്. ബന്ധപ്പെട്ട NHM എഞ്ചിനീയറിന്റെ പക്കൽ നിന്നും എസ്റ്റിമേറ്റ് ലഭ്യമാക്കുക, ക്ലർക്കിന് നിർദ്ദേശം കൊടുക്കുന്നു എന്ന് പറഞ്ഞ് അതിന് താഴെ ഡേറ്റ് ഇട്ടിട്ട് നമ്മളവിടെ സൈൻ ചെയ്യണം. എന്നിട്ട് ക്ലർക്കിന് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അവർ NHM എഞ്ചിനീയറെ വിളിക്കും, അതിന്റെ എസ്റ്റിമേറ്റ് എടുക്കും. പിന്നെ അതിനുശേഷം ഒരു ലോക്കൽ പർച്ചേസ് കമ്മിറ്റിയുടെ കാര്യം നമ്മുടെ വകുപ്പിന്റെ തന്നെ ഒരു ഓർഡർ ആയിട്ട് പറയുന്നുണ്ട്. അതിനകത്ത് പറയുന്നത് 15,000 മുതൽ 1 lakh വരെയുള്ള ഒരു പർച്ചേസിനാണെങ്കിൽ നിർബന്ധമായിട്ടും ലോക്കൽ പർച്ചേസ് കമ്മിറ്റി കൂടണം എന്നാണ്. അപ്പൊ ആ ലോക്കൽ പർച്ചേസ് കമ്മിറ്റി കൂടുന്നത് എല്ലാ പർച്ചേസുകൾക്കും കൂടുന്നത് നല്ലതാണ്. പക്ഷെ നിർബന്ധമായിട്ടും ഒരു കൂടാൻ പറയുന്നത് 15,000 to 1 lakh ആണ്. അപ്പോൾ അതിന്റെ മിനിറ്റ്സ് നമ്മൾ മിനിറ്റ്സ് ബുക്ക് സൂക്ഷിക്കണം. പിന്നെ ചിലപ്പോഴൊക്കെ നമുക്ക് മെഡിക്കൽ അല്ലെങ്കിൽ സർജിക്കൽ ഉപകരണങ്ങളായിരിക്കും ആവശ്യം വരിക, ചിലപ്പോൾ മെഡിസിൻസ് ആയിരിക്കാം. അങ്ങനെയുള്ള സാധനങ്ങളാണെങ്കിൽ NAC ആവശ്യമാണ്. അതേസമയം തന്നെ ബാക്കിയുള്ള സാധാരണ രീതിയിലുള്ള OPയിലേക്ക് ആവശ്യമുള്ള ചൂല് അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും NAC ആവശ്യമില്ല എന്ന് KMSCയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. NAC ഏതിനൊക്കെയാണ് കൊടുക്കുന്നത്? ഇപ്പൊ ഓൺലൈൻ ആണ് NAC കിട്ടിക്കഴിഞ്ഞാൽ അതിന് 30 ദിവസത്തേക്കാണ് വാലിഡിറ്റി. അപ്പൊ അതനുസരിച്ച് NAC വാങ്ങി സൂക്ഷിക്കാം. പിന്നീട് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ഒരു ഫാബ്രിക്കേഷൻ വർക്കാണ്. അപ്പൊ ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്യേണ്ടത് കൊട്ടേഷൻ അല്ലെങ്കിൽ ടെൻഡർ വഴിയാണ് എങ്കിൽ ആ കൊട്ടേഷനോ ടെൻഡറോ എന്താണോ അത് വാങ്ങിക്കണം. എത്രയാണ് കൊട്ടേഷൻ ലിമിറ്റ്, എത്രയാണ് ടെൻഡർ ലിമിറ്റ് എന്നോട് ചോദിക്കരുത്, കാരണം അതൊക്കെ നമ്മുടെ ഈ സൈറ്റിനകത്തുള്ള ലിങ്കിനകത്തുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ട് കൊട്ടേഷൻ ടെൻഡർ വിളിക്കുക, അത് കൃത്യമായിട്ട് നമ്മൾ പ്രസിദ്ധപ്പെടുത്തുക. അതുപോലെ തന്നെ കൊട്ടേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ നമ്മളെ കൊട്ടേഷൻ അല്ലെങ്കിൽ ടെൻഡർ രജിസ്റ്റർ ഉണ്ട്, അതിനകത്ത് രേഖപ്പെടുത്തുക. പിന്നീട് അത് ഇന്നയാൾക്ക് കൊട്ടേഷൻ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതിന് ആ കരാറുകാരന് ഒരു വർക്ക് ഓർഡർ നൽകുന്ന ഒരു പ്രൊസീജിയറും കൂടിയുണ്ട്. ആ വർക്ക് ഓർഡറിന്റെ ഒരു കത്ത് അയാൾക്ക് നൽകണം. പിന്നെ അയാളുമായിട്ടൊരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. ഇതൊക്കെ ചെയ്യാത്തതിനുള്ള ഓഡിറ്റേഷൻ നിങ്ങൾക്ക് പിന്നീട് കാണുമ്പോൾ മനസ്സിലായി ഇതൊക്കെ ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം. പിന്നെ എസ്റ്റിമേറ്റ് ലഭിച്ചതാണെങ്കിൽ അപ്പൊ വർക്ക് ഫാബ്രിക്കേഷൻ വർക്ക് പൂർത്തിയായി, നേരിട്ട് അയാൾക്ക് പൈസ കൊടുക്കാമോ, കൊടുക്കാൻ പാടില്ല. 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു നമ്മുടെ കൺസ്ട്രക്ഷൻ വെൽഫെയർ ഫണ്ടിനകത്തേക്ക് ഒരു എമൗണ്ട് കൊടുക്കാനുണ്ട്, അത് അവസാനം പറയുന്നുണ്ട്. പിന്നെ 2% TDSന്റെ കാര്യമുണ്ട്, അതും അവസാനം പറയുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം എന്നുള്ളത്, നമ്മൾ എസ്റ്റിമേറ്റ് വാങ്ങിച്ചിട്ടാണ് നമ്മുടെ പ്രവൃത്തി തുടങ്ങിയത് എന്ന് പറഞ്ഞു. ആ എസ്റ്റിമേറ്റ് ആരാണോ നമുക്ക് തന്നത്, NHMനാണ് തന്നതെങ്കിൽ അവരുടെ അടുത്ത് നിന്നും ഈ ഒരു വർക്ക് കംപ്ലീറ്റഡ് ആയി ഒരു പ്രവൃത്തി പൂർത്തീകരണ സാക്ഷ്യപത്രം നമ്മൾ വാങ്ങിച്ചിട്ട് മാത്രമേ നമ്മൾ ഈ ഒരു ഇയാൾക്ക് പൈസ കൊടുക്കാവൂ. പിന്നെ അതുപോലെ തന്നെ ചില സ്ഥാനങ്ങൾക്ക് നമുക്ക് കൊട്ടേഷൻ ടെൻഡർ ആവശ്യമില്ലായിരിക്കും, പ്രത്യേകിച്ച് ഇപ്പോൾ ആർട്ട്കോ ഒക്കെ തരുന്ന കാര്യത്തിനകത്ത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവരെ ഈ പറഞ്ഞ സ്റ്റോർ പർച്ചേസ് റൂൾസിനകത്ത് നിന്നും ഒഴിവാക്കി അവർക്ക് നേരിട്ട് അവരുടെ നിന്ന് വാങ്ങിക്കാം എന്നുള്ള രീതിയിൽ ഉള്ള ഒരു ഉത്തരവുണ്ടാകും. അത് വാങ്ങിച്ച് അത് നമ്മൾ എടുത്ത് നമ്മളെ ഫയൽ ചെയ്ത് സൂക്ഷിക്കണം. അത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അവർക്ക് ഈ ആർട്ട്കോനൊന്നും 2 കാര്യങ്ങളാണ്. ആർട്ട്കോനൊന്നും കാലാകാലങ്ങളോളം ഇതൊരു ഒഴിവാക്കി കൊടുത്തതല്ല, എപ്പോഴും ഒരു വർഷത്തേക്ക് എന്ന രീതിയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന പീരീഡ് ഈ പറഞ്ഞ ഒഴിവാക്ക കൊടുത്ത പീരീഡ് തന്നെയാണോ എന്ന് ഉറപ്പിക്കൽ. രണ്ടാമത്തേത് എന്നുള്ളത്, ആ പറഞ്ഞ ആർട്ട്കോയ്ക്ക് അവർ ചെയ്യുന്ന ഈ ആർട്ട്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർ നമ്മൾക്ക് എന്ത് വേണമെങ്കിലും സപ്ലൈ ചെയ്യും. നമുക്ക് TV അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും കാര്യങ്ങൾ സപ്ലൈ ചെയ്യും. പക്ഷേ യഥാർത്ഥത്തിൽ അവർക്ക് ഈ പറഞ്ഞ രീതിയിൽ കൊട്ടേഷൻ അല്ലെങ്കിൽ ടെൻഡർ ഇല്ലാതെ കൊടുക്കാൻ പറ്റുന്നത് അവർ ഉത്പാദിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ അവര് റിലാക്സേഷൻ കൊടുത്ത ഓർഡേഴ്സിന്റെ അപ്പൻഡിക്സ് ആയിട്ട് ആ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ മാത്രമേ അവരുടെ നമുക്ക് കൊട്ടേഷൻ അല്ലെങ്കിൽ ടെൻഡർ ഇല്ലാതെ വാങ്ങിക്കാവൂ. കഴിഞ്ഞ വർഷം വരെ മറ്റൊരു റൂൾ ഉണ്ടായിരുന്നു. അതായത് ആർട്ട്കോയിൽ നമ്മളൊരു സാധനം വാങ്ങിക്കുകയാണ്, അപ്പോൾ നമ്മളൊരു 1 ലക്ഷം രൂപയുടെ വാങ്ങിക്കുമ്പോൾ 50,000 രൂപയുടെ, അത് 50% കാര്യങ്ങൾ മാത്രമേ അവരുടെ കാര്യങ്ങൾ നമുക്ക് വാങ്ങിക്കേണ്ടതുള്ളൂ. 50% മുകളിൽ, അതായത് 50,000 രൂപയ്ക്ക് പുറമേയുള്ള ബാക്കി 50,000 രൂപയ്ക്ക് കവിയാതെ നമുക്ക് മറ്റു കാര്യങ്ങൾ വാങ്ങിക്കാം. അതായത് അവർക്ക് വേണമെങ്കിൽ ഒരു 40,000 രൂപയ്ക്ക് ഒരു TVയോ അതൊക്കെ നമുക്ക് കൊട്ടേഷൻ ടെൻഡർ ഇല്ലാതെ വാങ്ങിക്കാം. നമുക്ക് കുറച്ച് സൗകര്യമായിരുന്നു. കാരണം നമുക്കൊരു സ്ഥലത്ത് ഈ പറഞ്ഞ പോലെ ആർട്ട്കോന്റെ ഒരു ഇത് ചെയ്യണം, അപ്പൊ ആർട്ട്കോന്റെ വർക്ക് ചെയ്യണം. ഒപ്പം തന്നെ നമ്മുടെ OP വെയിറ്റിംഗ് ഏരിയയിലേക്ക് ഒരു TV വേണം. ഇത് രണ്ടും അവർക്ക് കൊടുക്കുകയാണെങ്കിൽ 1 lakh ആണ് നമ്മുടെ മൊത്തം എമൗണ്ട് എങ്കിൽ 50,000, അതായത് 50% കവിയാതെ അവർക്ക് അവരുടെ ഇതല്ലാത്ത കാര്യങ്ങൾ ഒരു TV നമുക്ക് വാങ്ങിച്ചു തരാൻ സാധിക്കും. 50,000 വരെയുള്ള എമൗണ്ട് ആണെങ്കിൽ, 50,000 അല്ല 50% വരെയുള്ള എമൗണ്ട് ആണെങ്കിൽ അവരുടെ ഓർഡറിനകത്ത് പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമായിരുന്നു, ഏതാണ്ട് കഴിഞ്ഞ സെപ്റ്റംബർ വരെയോ മറ്റോ. ഇപ്പോൾ അതും അനുവദിക്കുന്നില്ല. ഇപ്പോൾ നിർബന്ധമായിട്ടും അവർക്ക് എന്തിനാണോ റിലാക്സേഷൻ കൊടുത്തത്, ആ റിലാക്സേഷൻ കൊടുത്തത് എന്തിനാണ് എന്നുള്ളത് ആ ഉത്തരവിനകത്ത് ഉണ്ടാകും. അത് മാത്രമേ അവർക്ക് സപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് ആർട്ട്കോ അല്ലെങ്കിൽ സിഡ്കോ എന്നൊക്കെ കാണുമ്പോൾ നേരിട്ട് ചെന്ന് നമ്മൾ നേരെ ആർട്ട്കോ ആണ് സിഡ്കോ ആണ് എന്നൊക്കെ പറഞ്ഞ് നേരിട്ട് പോയിട്ട് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു വെക്കരുത്. അതിന്റെയൊക്കെ വില നമ്മുടെ വീട്ടിൽ നിന്നും എടുത്തു കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമുക്ക് പോയേക്കാം. അതുപോലെ തന്നെ നമ്മൾ വൗച്ചേഴ്സ് പാസ്സാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് എടുത്തു എന്ന് എഴുതാതെ, അതായത് സ്റ്റോക്ക് എടുക്കൽ മാത്രമല്ല, നമ്മൾ ആ സ്റ്റോക്ക് രജിസ്റ്റർ നോക്കി അതിനകത്ത് വെരിഫൈ ചെയ്യാതെ ഒരിക്കലും, പ്രത്യേകിച്ച് സാധനങ്ങൾ വാങ്ങിക്കുന്ന കാര്യത്തിലാണ്, അപ്പോൾ അതിനകത്ത് സ്റ്റോക്ക് എടുത്തു എന്ന് നമ്മൾ ഉറപ്പാക്കാതെ ഒരിക്കലും വൗച്ചർ ഒപ്പിട്ട് കൊടുക്കരുത്. കാരണം ചിലപ്പോഴേക്കും നമ്മൾ ധൃതി കാരണം ഇതൊക്കെ ഒപ്പിട്ട് കൊടുക്കും, പലപ്പോഴും അത് സ്റ്റോക്ക് ബുക്കിനകത്ത് കയറിയിട്ടുണ്ടാവില്ല. അത് എവിടെയെങ്കിലും ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ഇത് വാങ്ങിച്ച ആളുടെ തലയിൽ തന്നെ ഇരിക്കും ഉത്തരവാദിത്തം. അതൊന്ന്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് സപ്ലൈ ചെയ്ത കാര്യങ്ങളാണെങ്കിൽ പങ്കെടുത്തവരുടെ അറ്റൻഡൻസ് നിർബന്ധമായിട്ടും നമ്മൾ എഴുതണം. പിന്നെ അതുപോലെ തന്നെ ഏത് ഫണ്ട് റിലീസ് ചെയ്യുന്നതിനും ഒരു ഓഫീസ് പ്രൊസീഡിങ്സ് നമ്മൾ ആക്കേണ്ടതാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് മാത്രം ഒപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ സ്റ്റോക്ക് എടുക്കൽ എന്നിവയൊന്നും പ്രത്യേകിച്ച് പിന്നീട് മാറ്റിവെക്കരുത്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, 1000 രൂപയോ അതിന് മുകളിലുള്ള പർച്ചേസ് നടത്തുമ്പോൾ നമ്മൾ ചെക്ക്, ബാങ്ക് ട്രാൻസ്ഫർ വഴി മാത്രം പണം നൽകുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയൊന്നും ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ് ഇതിന്റെയൊക്കെ ഒരു ആവശ്യം എന്ന് തോന്നിയ കാര്യം, സർക്കാർ കാര്യമാണ് ഒന്നാമത്തേത്.
രണ്ടാമത്തേത്, ഇതൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലെ കൊട്ടക്കണക്കിന് ഇതുപോലെ എഴുതി വെക്കും. ഇപ്പോ ഒരു സ്ഥലത്തേക്ക് വന്നതാണ്, സ്റ്റീൽ ഗ്ലാസ് വാങ്ങിച്ചു. അപ്പോ എത്ര എമൗണ്ട് എന്ന് എഴുതിയിട്ടില്ല, എന്തായാലും അതിന് കൊട്ടേഷൻ വേണമെന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഇതൊന്നും നിങ്ങൾ വാങ്ങിക്കുക, ഞാൻ വെള്ളം കുടിക്കട്ടെ. അപ്പൊ ഇത് ഇയാൾക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് 2009 വർഷത്തിനകത്ത് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ കൊട്ടേഷനോ അല്ലെങ്കിൽ അതൊക്കെ വാങ്ങിക്കേണ്ട സമയത്ത് ഇതൊന്നും ഇല്ലാതെ വാങ്ങിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത് 2009 വന്നു, 2015 മറ്റൊരു ഓഡിറ്റ് ഒബ്ജക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കും? ഈ പറഞ്ഞ കൊട്ടേഷൻ നോട്ടീസ്, കൊട്ടേഷൻ അതൊക്കെ എങ്ങനെ കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കും? ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ അവിടെ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം അത് കൊടുക്കുക. പിന്നെ ഇതൊക്കെ ഇല്ലാതെ എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ വീണ്ടും പറയുന്നില്ല, നമ്മുടെ സൈറ്റിനകത്തുണ്ട്. പിന്നെ കൊട്ടേഷൻ നമ്മൾ വിളിക്കുമ്പോൾ നമ്മളിപ്പോ ഒരു റാക്കാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ റാക്കിന് ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ടാകുന്നതാണ് ഏറ്റവും നല്ലത്. സ്പെസിഫിക്കേഷൻ സാധാരണ തയ്യാറുള്ളത് നമ്മുടെ എഞ്ചിനീയേഴ്സ് ആണ്. പക്ഷെ ചില കാര്യങ്ങൾക്കൊന്നും ചിലപ്പോൾ അവരുടെ സ്പെസിഫിക്കേഷൻ ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ലോക്കൽ പർച്ചേസ് കമ്മിറ്റിയിൽ നമ്മളൊരു ചർച്ച ചെയ്യുക, ഇന്ന സ്പെസിഫിക്കേഷനുള്ള ഇന്ന ഉയരം വണ്ണം ഒക്കെയുള്ള ഒരു സാധനം വാങ്ങിക്കാം എന്നുള്ളൊരു സ്പെസിഫിക്കേഷനോട് കൂടി തന്നെ വേണം നമ്മൾ കൊട്ടേഷൻ കൊടുക്കേണ്ടത്. അത് എപ്പോഴും ശ്രദ്ധിക്കും. പിന്നെ ഈ HMC കൊണ്ട് ഉപയോഗിച്ചിട്ട് സിവിൽ വർക്ക്സ് നമ്മൾ ചിലപ്പോൾ ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഇതിലെ മെയിൻ്റനൻസ് ഒക്കെ ചിലപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് വരുമ്പോൾ നമ്മൾ ചെയ്യാറുണ്ട്. അത് പേഷ്യന്റിന്റെ കാര്യങ്ങൾക്കാണെങ്കിൽ അതിന് വലിയ തെറ്റില്ല. പക്ഷെ അത് ചെയ്യുമ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാത്തതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള ഓഡിറ്റ് തടസ്സവാദങ്ങൾ. ഒന്ന്, ബന്ധപ്പെട്ടവരിൽ നിന്നും വർക്ക് എസ്റ്റിമേറ്റ്, അതായത് LHD എഞ്ചിനീയറോ അല്ലെങ്കിൽ NHM എഞ്ചിനീയറിന്റെ അടുത്ത് വർക്ക് എസ്റ്റിമേറ്റ്, പിന്നെ അവരുടെ അത് കിട്ടിയിട്ടില്ല. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. പിന്നെ കൊട്ടേഷൻ ക്ഷണിച്ചു, പക്ഷെങ്കിൽ ഈ കൊട്ടേഷൻ ഓരോന്ന് അത് നമുക്ക് എപ്പോഴാണ് കിട്ടുന്നത് എന്നുള്ളത്, ഇന്ന് കൊട്ടേഷൻ നമുക്ക് ലഭിക്കാനായിട്ട് ചിലപ്പോൾ 10-ാം തീയതി വരെ നമ്മൾ സമയം കൊടുക്കും. അപ്പൊ 7-ാം തീയതിയാണോ 8-ാം തീയതിയാണോ എന്നുള്ളത് നമ്മൾ രേഖപ്പെടുത്തണം. ഒന്ന്. രണ്ടാമത്തേത്, എപ്പോഴാണ് തുറന്നത് എന്നുള്ളതും അതിന്റെ കവറിന്റെ പുറത്ത് നമ്മൾ രേഖപ്പെടുത്തേണ്ടതാണ്. മൂന്നാമത്തെ കാര്യം നോക്കുക, കൊട്ടേഷൻ നോട്ടീസിന് വേണ്ടത്ര പ്രചാരണം നൽകിയിട്ടില്ല. പലപ്പോഴും സംഭവിക്കുന്നത് നമുക്കറിയാം, നമ്മൾ കൊട്ടേഷൻ പിന്നീടാണ് ചിലപ്പോൾ വിളിക്കാറ് എന്നുള്ളത്. പക്ഷെ അതൊക്കെ കൃത്യമായിട്ട് പിടിക്കുന്ന ചില സിറ്റുവേഷൻസ് ആണ് ഇത് എന്ന് നോക്കുക. അപ്പൊ ഈ കൊട്ടേഷൻ നോട്ടീസിന് എങ്ങനെ പ്രചാരണം നൽകാം? ഒന്ന്, നമുക്ക് പത്രത്തിൽ കൊടുക്കാം. പക്ഷെ പത്രത്തിൽ കൊടുക്കുന്നതിന്, വാർത്ത കൊടുക്കുന്നതിന് വലിയ ചിലവൊന്നുമില്ല. പക്ഷെ നോട്ടീസിന്റെ ആ കോളം ഉപയോഗിക്കുന്നതിന് എന്തായാലും ചിലവ് വരും. ചിലപ്പോൾ അത് നമുക്ക് താങ്ങില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഈ കൊട്ടേഷൻ നോട്ടീസ് ഇട്ടു, നമ്മൾ കൊട്ടേഷൻ നോട്ടീസ് നമ്മൾ ഓഫീസിൽ നിന്ന് പ്രിന്റ് ചെയ്തു. അതിനുശേഷം ആ നോട്ടീസ് നമ്മൾ തൊട്ടടുത്തുള്ള സ്ഥാപനങ്ങളായ ഒരു വില്ലേജ് ഓഫീസ്, ഒരു കൃഷി ഓഫീസ്, ഒരു വെറ്റിനറി ഡിസ്പെൻസറി, അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് ഓഫീസ്, ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ട് ഈ നോട്ടീസിന്റെ പിറകിൽ അവർക്കൊരു കോപ്പി കൊടുക്കുക. അതുകൂടാതെ തന്നെ ഒരു നോട്ടീസിന്റെ പിറകിൽ ഇവിടെ ഇത് റിസീവ് ചെയ്തു എന്ന് അവരുടെ സൈനും സീലും വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ ഇതിവിടെയൊക്കെ കൊടുത്തു, ഇവിടത്തേക്ക് നോട്ടീസിലേക്ക് അത് കൊടുത്തു എന്നുള്ളതിന് ഒരു തെളിവായി. അപ്പൊ അങ്ങനെ നമുക്ക് ഇതിന് വേണ്ടത്ര പ്രചരണം നൽകി എന്ന് നമുക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെയാണ് HMC-യിൽ നിന്നുമാണ് ഈ ചെലവ് ചെയ്തത്. പക്ഷേ എങ്കിൽ അത് HMC-യുടെ തീരുമാനപ്രകാരമാണ് ചെയ്തതെങ്കിലും പിന്നീട് ആ ചെലവായത് അടുത്ത HMC-യിൽ അത് അംഗീകരിക്കണം, അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ വർക്ക് ഓർഡർ നൽകേണ്ട കാര്യം പറഞ്ഞു, വർക്ക് ഓർഡർ മെഡിക്കൽ ഓഫീസർ കൊടുത്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെയാണ് ചില കാര്യങ്ങൾക്ക് വർക്ക് ഡൺ സാറ്റിസ്ഫാക്ടറി എന്നുള്ളത് ആ ഒരു ഇംപ്ലിമെന്റിങ് അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസർ തന്നെ ചെയ്യേണ്ടി വരും, അത് ചെയ്തിട്ടില്ല. പിന്നെ ആ സമയത്ത് തുക നൽകുന്നതിന് റവന്യൂ സ്റ്റാമ്പ് കൊടുക്കണം എന്നുള്ളതാണ് അന്നേരം പറയുന്നത്. പക്ഷെ ഇപ്പൊ അത് നിർബന്ധമായിട്ട് പറയുന്നില്ല. പിന്നെ ഈ വെൽഫെയർ ഫണ്ട്, വാറ്റ് ഇപ്പോഴില്ല, TDS ഉണ്ട്, അതിന്റെ കാര്യം പിന്നീട് പറയുന്നുണ്ട്. വെൽഫെയർ ഫണ്ട്, കൺസ്ട്രക്ഷൻ വെൽഫെയർ ഫണ്ടാണ്, അതിന്റെ കാര്യം പിന്നീട് പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾക്ക് ഈ ഒരു എത്രയാണ് 2.5 ലക്ഷത്തിന്റെ ഇതിനാണ് ഈ ഒരു MOയ്ക്ക് ഓഡിറ്റ് ഒബ്ജക്ഷൻ വന്നത്. അപ്പൊ നേരത്തെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വരില്ലായിരുന്നു. അപ്പൊ ഇത് നമ്മൾ പ്രത്യേകം സൂക്ഷിച്ചു വെക്കുക. അതുപോലെ തന്നെ മറ്റൊരു മെഡിക്കൽ ഓഫീസർക്ക് വന്നതാണ്. അപ്പോ അതിനകത്ത് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഒരു വർക്ക് അത് ടെൻഡർ വിളിക്കേണ്ട കാര്യമാണ് എങ്കിൽ പിന്നെ അതിന് കൊട്ടേഷൻ വിളിക്കാൻ പോകരുത് എന്നുള്ളതാണ്. അതൊരു ഒറ്റ പ്രവൃത്തിയായിട്ട് ചെയ്യുന്നതിന് പകരം ഒരേ വർക്ക് തന്നെ അത് 3ആയിട്ട് വിളിച്ച് കൊട്ടേഷൻ വിളിച്ച് ചെയ്തു, അത് ശരിയല്ല. പിന്നെ ബാക്കി നേരത്തെ പറഞ്ഞിട്ടുള്ള ഓഡിറ്റ് ഒബ്ജക്ഷൻസ് ഒക്കെ ആ MOയ്ക്ക് വന്നിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞാണ് ഒരു സംഭവം നമ്മൾ പിന്നെ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ ക്യാൻസൽഡും അതുപോലെ തന്നെ ഫാസ്റ്റ് ഫോർ പേയ്മെന്റും കൊടുക്കും. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ നോക്കേണ്ടത് ഫുഡ് ആണെങ്കിൽ ഫുഡ് സപ്ലൈ ആൻഡ് ഫുഡ് ക്വാളിറ്റി എന്നുള്ള സംഭവം നമ്മൾ ഒപ്പിട്ട് കൊടുത്തിരിക്കണം. സ്റ്റോക്ക് എടുക്കേണ്ട ഒരു കാര്യമാണെങ്കിൽ സ്റ്റോക്ക് എടുത്തിരിക്കണം. ഇതുമല്ല എങ്കിൽ ഒരു വർക്ക് ഡൺ ആണെങ്കിൽ വർക്ക് ഡൺ സാറ്റിസ്ഫാക്ടറി എന്നുള്ള ഒരു സാക്ഷ്യപ്പെടുത്തൽ അവിടെ ആവശ്യമാണ് എന്നുള്ളത്. അപ്പൊ ഈ
പാസ്ഡും ക്യാൻസൽഡും അല്ലാതെ വേറെ ഒരു നോട്ടും കൂടെ വേണം നമ്മൾ ഒപ്പിട്ട് കൊടുക്കാനുണ്ട് എന്നുള്ളത് എപ്പോഴും ഓർക്കുക. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു, പലപ്പോഴും നമ്മൾ കൊട്ടേഷൻ ചെയ്യുക എന്നുള്ളത് പിന്നീട് എല്ലാം തയ്യാറാക്കുന്നതാണ്, കുഴപ്പമില്ല, ചിലപ്പോഴേക്ക് അങ്ങനെ വേണ്ടി വരും. പക്ഷെ ഈ തെറ്റുകളൊന്നും പറ്റരുത്. അതിനകത്ത് നോക്കുക, അതായത് 3 കൊട്ടേഷൻ ഉണ്ട്, ശരി, കുഴപ്പമില്ല, വിഷയം, കൈപ്പട, ഇതൊക്കെ എഴുതിയ ആ രീതി സമയമുള്ളതാണ്. അപ്പോ ഒരാൾ തന്നെ ഇത് എഴുതി തയ്യാറാക്കി എന്ന് ഓഡിറ്റ് അവിടെ പിടിച്ചു. പിന്നെ 3 കൊട്ടേഷനകത്തും തീയതി ഒന്നും ഇട്ടിട്ടില്ല, കാരണം അത് പിന്നെ ഇടാം എന്ന് വിചാരിച്ചിട്ടായിരിക്കും, കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെയുള്ള ചെയ്യുമ്പോഴെങ്കിലും ഈ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ബാക്കി നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, എഗ്രിമെന്റ് എഴുതിയിട്ടില്ല, പിന്നെ വർക്ക് ഓർഡർ നൽകിയിട്ടില്ല, വർക്ക് ഡൺ സാറ്റിസ്ഫാക്ടറി